കൂറ് മുഴുവനും അപ്പോൾ തങ്ങളെ ശല്യം ചെയ്യുന്ന മതിലേക്കൂടി ജനലിലേക്കൂടി എത്തി നോക്കെല്ലാം സംഭവിച്ചു. നാട് കടത്തി തങ്ങളെ വാക്കാലുള്ള ശാപം കിട്ടി. അപ്പം എന്തായി? പാരമ്പര്യത്തിൽ മുസ്ലിമീങ്ങളെ മുഴുവനും ശാപം കെട്ടേണ്ടി വന്നു. ദുർഭരണം നടത്തിയ അതൊന്നും പറയുന്നില്ലെങ്കിൽ ശാപത്തിന് അർഹരാകുന്നുണ്ട്. കൊമ്മട്ടിയായാലും അങ്ങനെ തന്നെ. ഒരു കൊമ്മട്ടിൻ്റെ അധികാരം വെച്ചിട്ട് എന്തെങ്കിലും നടത്തുമ്പോൾ അങ്ങനെ അംഗീകരിക്കാത്ത സാധുക്കളായ മുസ്ലിമീങ്ങളെ ശാപം മുഴുവൻ വാങ്ങി വെക്കുന്നുണ്ട്. ഞാൻ കുടുംബത്തിൽപ്പെട്ട ആൾ എന്നോട് ചിരട്ടക്കരിയാകാൻ പറയുന്നത് ഞാനാകണം. ഞാൻ എന്നോട് ചോദിച്ച അവസ്ഥയ്ക്ക് ഒന്നും ആകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആളുണ്ട്. ഞാൻ പക്ഷെ എന്തുകൊണ്ടാകാത്തതെന്ന്. അതായത് മൂലാർഖാനോട് എന്തെങ്കിലും അരിഷ്ടം തോന്നി, കൊമ്മട്ടിക്കാർ പറയാളെ പുറത്താക്കണം, സെക്രട്ടറി പോയിട്ട് അയാളോട് പറയണം. അയാൾ കുടുംബം എന്തായി ചിലപ്പോൾ അതിനെക്കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന ആരോപണത്തിന് അദ്ദേഹം വിധേയനായിക്കൊള്ളൊന്നുമില്ല. ആർക്കെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഉണ്ടാക്കാൻ പറയും. മാട്ടൂലുണ്ടായിരുന്നു ഒരു ചങ്ങായി, മൂത്ത മുജാഹിദ്. നിൽക്കുന്ന സഫയിൽ മുത്താലിമ കയറുന്നതിന് സലാം പൊട്ടിയവാട് മാട്ടുമ കയറിയിട്ട് മുദ്ദരീസിനെ ചീത്ത പറഞ്ഞു. കുട്ടികൾ അത് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കുന്നു, ഇവിടെ പഠിപ്പിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് ഒച്ചയിടലും കോലാഹലം ഉണ്ടാക്കി. അപ്പം കൊമ്മട്ടിയെല്ലാം അയാൾ അംഗീകരിച്ച് മുദ്ദരീസിനോട് പെട്ടെടുത്ത് പോയിക്കോ, അതമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, പള്ളിവൻ്റെ കുത്തകയാണ്. ഒരാൾ ആദ്യം വന്ന് നിന്നെങ്കിൽ അയാളെ തള്ളാൻ കഴിയുമല്ലോ നിൽക്കാം. ഓനിക്ക് റിസർവ് ചെയ്ത സീറ്റ് ആദ്യം ഉണ്ടാ സംവരണം ചെയ്തത്. തീവണ്ടിയിൽ പൈസ കൊടുത്ത് കയറിയ മാതിരി. തീവണ്ടിയിൽ സ്ഥലം മാറി ഇരുന്നാൽ എന്താക്കും? തീട്ടിയാറെ കണ്ടിട്ട് പറയും എൻ്റെ ടിക്കറ്റാണ്, പൈസ അടത്തിന് അമ്മയിൽ വേറെ ആൾ കയറി നിന്നു. ഇവനിക്ക് അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടോ പള്ളിനുള്ളിൽ? ഓൻ്റെ അരിയത്തിന് ആ നിൽക്കുന്ന സ്ഥലത്തിന് മുത്താലിമ ഇക്കാമത്ത് നടത്തുമ്പോൾ നിന്ന്. അപ്പം ഇതെല്ലാം എന്താക്കി ചിരട്ടക്കരി പോയി പറയുന്ന അവസരത്തിൽ മൂലാർക്കാരെ ശാപം വാങ്ങുന്നുണ്ട്. അറിയില്ല ആ സാധനത്ത് നിങ്ങൾ മൂലാർക്കായി നോക്കാത്താനുള്ള രീതിയാത്ത. പോട്ട് അതാണ് തീർന്നില്ലേ. ഇനി രണ്ടാമത്തെ ആളെ എടുക്കുന്നു. വമനിസ്തിഹിസായിൽ ആസിബിനി ഇരിസ്സുഹമി. ആസി ഒരാരാന്നറിയോ? അമ്രുബിൻ ആസിൻ്റെ ഉപ്പൻ. അമ്ര സഹാബിയാണല്ലോ, മഷൂറായ സഹാബിയല്ലേ. ഉറപ്പ ആസ് റളിയല്ലാഹു അൻഹു. ഈ തർദിയത്തായിരിക്കാന്ന് അമ്രിനാന്ന്. അമ്രുൻ ഇബ്നുഹു സഹാബിയുൻ. മകനായ അമ്ര സഹാബിയാണ്. അതിനാണ് എന്താക്കിയത്? റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. വമ്മാ ഹുവ ആര്? ഉപ്പ ആസ്. ഫഇന്നഹു ഹലക അലാ കുഫ്രിഹി. കുഫർമ തന്നെ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പം അതിനാ തർദിയത്ത് എവിടത്തേക്കാ പോകുന്നത് നിഷ്കാലാണ്ട. അതാ അയാളെന്താ പറയുന്നറിയോ? ഇന്നഹു കാന യഖൂലു ഗർറ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹി നഫ്സഹു വസ്വഹാബഹു. മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി, ഓൻ സലാത്തില്ലെങ്കിലും നമ്മൾ ചെല്ലണമല്ലോ, അത് നമ്മുടെ കടമയല്ലേ. അപ്പം അത് അപ്പറഞ്ഞ കൂട്ടത്തിൽ പെടുത്തണ്ടെന്നേ ഉള്ളൂ. കലാമ് മുങ്കത്തിയാവും. സ്വന്തം തടിയെയും അംഗീകരിച്ച അസ്ഹാബിമാരെയും ചതിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. എന്താണ്? അംബഅദഹും അൻ യുഹ്യൂ ബഅദൽ മൗതി. മൗത്തിന് ശേഷം ഹയാത്താക്കും എന്നെന്താക്കുന്നുണ്ട്? അത് സ്വയം വിശ്വസിക്കുകയും അസ്ഹാബിമാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്നാണ് ഇയാളുടെ അഭിപ്രായം. അപ്പം എന്താക്കി? കൈമ കിട്ടിയ റക്കം കിട്ടിയ സാധനമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭാവിയിലെ കടത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ആര് പറയുന്നു? ആശ പറയുന്നു. ഇത് ഓടുന്നുണ്ട് അമ്മ പറഞ്ഞു. കൈമ കിട്ടിയ സുഖങ്ങളെല്ലാം കളയണം. എന്നിട്ടോ അത് കളഞ്ഞു കുളിച്ചിട്ട് അപ്പം റക്കം കിട്ടിയ സാധനം കളഞ്ഞിട്ട് എന്താക്കണം? കടം എപ്പം? മെച്ചതിന് ശേഷം. മെച്ചതിന് ശേഷം ഹയാത്താകലൊന്നുമില്ല. അപ്പം എന്തായി? ഇവർക്ക് ദുഞ്ഞാവില്ല, മെച്ചതിന് ശേഷം ഒന്നും ആഫറും കിട്ടിയിട്ടില്ല എന്നായി. എല്ലാവരും ചതിച്ച്. എന്നാ പിന്നെ മരിക്കുന്നില്ലേ? അത് കുറേ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഗ്യാരണ്ടി എല്ലാം കുറയുമ്പോൾ അങ്ങനെ സ്വയം ഇല്ലാണ്ടായി പോകുമല്ലോ. ഒരാൾ മരിപ്പിക്കൊന്നും വേണ്ട. ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞ് പാല് കൊണ്ടുവച്ച് കുറേ ദിവസം കഴിഞ്ഞാൽ പൊളിച്ച് നാറിയിലെല്ലാം കൂടെ എടുത്ത് മറിക്കേണ്ടി വരില്ലേ?
അവിടെ എന്താ പറയും? ദഹ്ർ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൻ്റെ ചലനം എന്താക്കി അതിന് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ട് നശിപ്പിച്ചു എന്നാ പറയല്. അത് തന്നെയാണ് ഏത്? വല്ലാഹി മാ യുഹ്ലികുന ഇല്ല ദഹ്റു വ മുറൂറുൽ അയ്യാമി വൽ അഹദാസ്. ശരീരത്തിനും മറ്റും ബാധിക്കുന്ന ഓരോ സംഭവങ്ങൾ, രോഗങ്ങൾ, കാലമിങ്ങനെ വളഞ്ഞു തിരിയുമ്പോൾ എന്താക്കും? പ്രായാധിക്യം വരും, വാർദ്ധക്യം വരും, അങ്ങനെ നശിച്ച് തീരാലാന്ന് നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് ആര് പറയുന്ന? അതിന്ന് പറയുന്ന യുക്തിവാദികൾ പറയുമ്പോഴത്തെ ഒരു വാക്ക്. പക്ഷേ ഇസ്ലാം ദീൻ എന്താ പഠിപ്പിക്കുന്നത്? ഇതോടുകൂടി ജീവിതം അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായി കുറച്ചു കാലം ഖബറിൽ കിടക്കുക. ഖബറിൽ കിടന്നതിന് ശേഷം ഇനി എന്താക്കും? എല്ലാവരും എണിപ്പിക്കും. അതിന് അല്ലാഹു തആലക്ക് കഴിവുണ്ട് എന്ന് എത്രയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്താക്കി? റക്കമായി കിട്ടിയ പല സുഖങ്ങളും അനുഭവങ്ങളും ഒഴിവാക്കിയിട്ട് ഭാവിയിലേക്കുള്ള കടമ ഇപ്പോൾ തീരുന്നു. നാളെ തരാം, നാളെ തൊട്ടൊന്നില്ല എന്ന് പറഞ്ഞാലോ? അല്ല, ഇത് പറഞ്ഞിട്ടെന്താക്കും? തങ്ങളുടെ ആ ആഖിറം കൊണ്ടുള്ള വിശ്വാസത്തിന് ഇയാളെന്താക്കും? മോശമായിട്ട് പറയും. ഇനി ഒന്ന് കഴിഞ്ഞേ, വമനിസ്തിഹിദാഇ മറ്റൊന്നെന്താണ്? അന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്തി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, ബദ്രീങ്ങളിൽപ്പെട്ട സഹാബി, ഇബ്രാഹിം കഴിഞ്ഞ വയൽ പറഞ്ഞില്ലേ, കാന കയ്യനൻ ബി മക്ക, മക്കയിൽ കൊല്ലപ്പണി എടുക്കലാണ്. കൊല്ലപ്പണി എന്നുള്ളത് തെറ്റായ കാര്യമൊന്നുമല്ല. അത് ആശാരം എടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഉള്ള പണിയെടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആവിലൊക്കെ മരത്തിലുണ്ട്. പൂട്ടുണ്ടാക്കുന്നില്ല, കഫാലിമാം എന്നുള്ള പൂട്ടുണ്ടാക്കൽ അവരുടെ പണി. എന്നിട്ട് ഒരു ദിർഹം തൂക്കത്തിലുള്ള അതുകൊണ്ട് ഒരു പൂട്ടും 2 താക്കോലും ഉണ്ടാക്കിയത് കഴിച്ചു വെച്ചപ്പോൾ അത്ഭുതമായിരുന്നു. അതുകൊണ്ട് കഫാൽ എന്ന പേരിട്ടു. ഒരു ദിർഹം എത്തിയിട്ട് 3 ഗ്രാം ഒരു പൂട്ടും 2 താക്കോലും. ചെറിയ മിനി ബാങ്കിനെല്ലാം ഇടാല. അപ്പോൾ വളരെ സങ്കീർണമായൊരു പ്രവർത്തനമായതിൻ്റെ പേരിൽ കഫാൽ എന്നവർക്ക് സ്ഥാനപ്പേര് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ മൗലാർക്ക് ആയാലും ഇസ്തരി ചൊള്ളിയാണ്ട് പള്ളിയിൽ തന്നെ ഇരിക്കണം, തലയിക്കിട്ട് തലയിൽ നിന്ന് കിരീടം തത്തു വെക്കാൻ പാടില്ല, ഒന്നുമില്ല. കൂലിപ്പണിയെടുക്കുക, കൊല്ലപ്പണിയെടുക്കുക, ആശാരി പണിയെടുക്കാം, കൊത്താൻ, കിളക്കാം, എല്ലാം പണിയെടുക്കാം. പണി ഹലാലാകണം, നീതിപൂർവ്വം ആകണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇസ്ലാമിലുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേതാക്കന്മാർ എല്ലാവരും തള്ളി പറയേണ്ടി വരും. സക്കരിയ അലൈഹിസ്സലാം ആശാരിയായിരുന്നു, ഹദീസിലുണ്ട്. അത് ഒത്തിരി മോശപ്പെട്ട പണിയായിരുന്നുവെങ്കിൽ അമ്പിയാക്കൾക്ക് ഉണ്ടാവില്ലല്ല. അമ്പിയാക്കൾ മുനസ്സഹായ കുറേ കാര്യമുണ്ട്. അത് ആദത്ത് പ്രകാരം, ചിലത് ശറഅ് പ്രകാരം അമ്പിയാക്കൾക്ക് ചേർക്കാൻ പാടില്ലാത്ത കാര്യമുണ്ട്. ആദത്ത് പ്രകാരം മോശമാകുന്നതും ചിലപ്പോൾ ചേർക്കൂല. അതിപ്പോൾ ശിഫയിൽ വരും. ചേർക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ അപ്പോൾ ഇത് ഈ ആശാരിപ്പണി എന്നുള്ളത് മരം കൊണ്ട് നിർമ്മിക്കലല്ലേ? അതൊരു മോശമായ സംഗതിയാണ്. അള്ളാഹിൻ്റെ കാഴ്ചപ്പാടില്ലെങ്കിൽ ഒരു നബിക്ക് മുർസലിന് കൊടുക്കൂല. അത് ഓരോ കുടുംബത്തിൻ്റെ പേര് ഹദ്ദാദ് കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹദീസ് നോക്കിയിട്ട് ക്രോഡീകരിച്ച റാത്തിബത്ത് ഇടുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ഓറ് കൊല്ലപ്പണി എന്നല്ല, ഓറ് നെയ്ത്ത് പണിയായിരുന്നു ഓരോ കുടുംബം. തുണി നെയ്യല് അവർ കബീരൻ്റെ പേരാന്നത്. ഓർക്ക് നെയ്തലുണ്ടെന്നത് ഓർക്ക് അള്ളാഹുവിൻ്റെ എന്താന്ന് ഒരു പരീക്ഷണമാണ്, കാഴ്ചയില്ല. പക്ഷേ ഉള്ളിൽ അതിന് പകരം കൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ കുത്തുബുൽ അഖ്താബായിരുന്നു. ലോകത്തിനെ അനുസരിച്ച മുജദ്ദിദീങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഓറ് തണ്ടിക്കിടക്കാത്ത ഒരു വിദായത്തിൻ്റെ മേഖല ബാക്കിയുണ്ടായില്ലെന്നാ. അവർ ചരിത്രം വായിച്ചൊക്കെ ഉണ്ടേ. അപ്പോൾ ഓർ കൊല്ലപ്പണിക്കാരനല്ല. ഖസാലി ഇമാമിൻ്റെ കുടുംബം എന്തായിരുന്നു? നെയ്ത്തല്ലേ. നെയ്ത്തുണ്ടാക്കിയോണ്ട് മോശപ്പാട്. ഇയാൾ ഇൽമു ചോർന്ന് വെക്കാം, വിലായത്ത് നഷ്ടപ്പെട്ടു വെക്കാം. പണി അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല, വിലായത്ത് നഷ്ടപ്പെടില്ല. ഫാസിക്കാവുന്ന വന്നാലാണ് വിലായത്തിന് കോട്ടം വരിക. എന്നാലും വിലായത്ത് നഷ്ടപ്പെട്ടോളുന്നില്ല. എന്താണ്? ഓലം യുസിറു അലാ മാ ഫഅലു, ഉറച്ചു കണ്ടെന്നാൽ മതി. ഇത് ദോഷമാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും? ഉടനെ അത് പൊറപ്പിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും വൈകാതെ പൊറപ്പിക്കാൻ നിൽക്കുന്നതാണ്. ദോഷം വന്നാലും എന്തല്ല, മഹബത്തിനെതിരല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് കള്ളു കുടിച്ചിട്ട് എന്താക്കി? ശിക്ഷയായിട്ട് വാങ്ങി തല്ല്. വീണ്ടും കുടി തുടങ്ങി, വീണ്ടും തല്ലി. അവസാനം 2-3 പ്രാവശ്യം തല്ല് കിട്ടിയപ്പോൾ ആരോ നോക്കില്ല, അനൊന്നാം നട്ടം പറിച്ചു. മായി ഇറക്കിക്കൊള്ളണം.
അവർ ഫിസ്ക് ചെയ്യുന്നുണ്ടെങ്കിലും തല്ല് വാങ്ങുന്നുണ്ടെങ്കിലും യുഹിബ്ബുല്ലാഹ വ റസൂലുഹു, അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. അപ്പോൾ ഇഷ്ടം വേറെ, ബലഹീനത കൊണ്ട് പ്രവർത്തനം മാറിപ്പോവും. അത് ഗസാലി ഇമാം എടുത്തത്. ദോഷങ്ങൾ വന്നതുകൊണ്ടെന്താ, കുഫറല്ലാതെ ദോഷങ്ങൾ വന്നതുകൊണ്ട് മഹബത്തിനെതിരെല്ലാ നൂറ് സ്ഥാപിച്ച് ഹദീസുണ്ടാകും. അതുകൊണ്ട് എന്തും ചെയ്യാന്നല്ല, വന്നാൽ എന്താക്കും, ഉടനെ ഇതിന് ഭൗതികമായി കിട്ടേണ്ട ശിക്ഷ എന്താണോ അതിന് വിധേയമാക്കുക, തങ്ങളെയൊക്കെ സ്വയം പരാതി കുറിപ്പിക്കാനാണ്. സാധാരണ വേറൊരാൾ പരാതി കൊടുത്തിട്ട് കോടതി ശിക്ഷിക്കലല്ലേ, ഇവർ സ്വയം വന്ന് ഇതിനെന്താണോ ലോകത്ത് ശിക്ഷ കൊടുക്കേണ്ടത് എനിക്ക് തരണം, ഞാൻ തെറ്റ് ചെയ്ത ആളാണ്. പക്ഷേ ലാനത്ത് പോലാത്ത വാക്ക് പറയാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചെന്തല്ലോ ഉണ്ടാവും, എല്ലാം തിരുത്തലി. ഏതായാലും മക്കയിൽ യാമല സുയൂഫ്, വാളുകൾ ഉണ്ടാക്കലാണ്. ആര്? അവർ നാട്ടുകാരനുമല്ല, പുറത്തുനിന്ന് ആൾ വന്നതാണ്. അപ്പം വിദേശത്തു നിന്ന് പണിക്കാരോട് വരുന്നില്ലേ, അപ്പോൾ അവർക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒറ്റവരും ഉടയവരും കുടുംബക്കാരൊന്നും ഉണ്ടാവില്ല. വക്കാന കത് ബാലിൽ ആസി, ആസിന് മൂപ്പർ കൊണ്ട് വിറ്റിരുന്നു സുയൂഫൻ, കുറേ വാളുകൾ വിറ്റ്. എന്നിട്ടോ എത്തക്കാലാസമൻ അതിന് പൈസ തരണം എന്ന് പറഞ്ഞിട്ട് ഹബ്ബാബ് തങ്ങൾ വന്ന്, പണ്ട് അബൂജഹൽ പറഞ്ഞ കണക്ക് തന്നെ. ഫക്കാല യാ ഹബ്ബാബേ, മരിച്ചതിന് ശേഷം ഇത് കിസാസ് എടുത്തിട്ട് വാങ്ങിക്കൊടുക്കലെന്നല്ലേ നീ പറയുന്നത്? അന്ന് അവിടെ നിന്ന് വാങ്ങിക്കോ, ഇവിടെ ഒന്നും തരൂല, നമുക്ക് മരിച്ചതിന് ശേഷം വാങ്ങാം. അതാ പറയുന്നത്, യാ ഹബ്ബാബു അലൈസ യസ്അമു മുഹമ്മദുൻ അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം ഹാദല്ലദീ അൻത അലാ ദീനിഹി, നീ മുഹമ്മദിൻ്റെ ദീനുമേലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദീനിൽ എന്താ പറയുന്നത്, അന്ന ഫിൽ ജന്നത്തി മബ്തഗാ അഹ്ലുഹാ, ആ സ്വർഗത്തിൽ കയറിയ ആളുകൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും സ്വർഗത്തിൽ കിട്ടും. അത് മീൻ ദഹബിൻ സ്വർണമാവട്ടെ, ഔ ഫില്ലത്തിൻ വെള്ളിയാവട്ടെ, ഔ സിയാബിൻ വസ്ത്രങ്ങളാവട്ടെ, ഔ ഖുദ്ദാമിൻ അല്ലെങ്കിൽ വേലക്കാരാവട്ടെ, എന്താ ആഗ്രഹിക്കുന്നത്. അപ്പം നീ എന്താക്കണം, ബാളിൻ്റെ പൈസ കിട്ടാൻ ആഗ്രഹിച്ചോ, അതിപ്പം തരൂല. അപ്പം ഇപ്പം കുറേ ഹോജാക്കന്മാരുണ്ടല്ലോ, എല്ലാം വാങ്ങിയിട്ട് പൈസ തരൂല എന്ന് പറയില്ലേ. അതിപ്പോഴത്തെ അങ്ങനെയല്ലേ സമ്പന്നന്മാരാകുന്നു. പക്ഷേ സമ്പന്നർ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയണം. അത്രത്തിൽ സമ്പന്നന്മാരാകൽ എത്രത്തോളം തുടർന്ന് പോകുമെന്ന് കണ്ടറിയണം. ഇയാൾ പറഞ്ഞ മനസ്സിലായില്ലേ? കാല ഹബ്ബാബ് പറഞ്ഞ്, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിപ്പം കിട്ടേണ്ടത് ഇവിടുന്നുള്ള പൈസയാണ്. പരലോകത്തിലെ പൈസ വാങ്ങാൻ നീക്ക് വാളുണ്ടാക്കണ്ടല്ലോ അല്ലേ? ബല, അതെ, സ്വർഗത്തിൽ തന്നെ. കാല അയാൾ പറഞ്ഞ ഫാൻ നിർണീലൽ ഖിയാമ, ഖിയാമ നാളിലേക്ക് നീട്ടി വെച്ചോ. എന്നിട്ടോ യാ ഹബ്ബാബ് ഹത്താ അർജിഅ ഇലാ തിൽക്കദ്ദാർ, അപ്പം ഞാനും അവിടെ എത്തുമല്ല, അപ്പം നീ കാണുമ്പോൾ അന്നേരം വായിക്കോ. ഫാക്കലിയക്ക ഹുനാക്ക ഹക്ക, അവിടെ വെച്ചിട്ട് നിനക്ക് തരാനുള്ള പൈസ തരാമെന്ന്. വല്ലാഹി ലാ തകൂനു അൻത വസാഹിബുക അബറ ഇൻദല്ലാഹി വലാ അളമ ഹല്ലം ഫീ ദാലിക, നീയും നിന്റെ സാഹിബും അള്ളാഹുവിന്റെ അത്ര വലിയ ആളൊന്നുമല്ല, എന്നെ കാണാൻ വലിയ ആളൊന്നുമല്ല. അഫീ ലഫ്ളിൻ അന്നൽ ആശ പറഞ്ഞ കാലല്ല ഉഴത്തിയേക്ക് ഹത്ത ഒരു ഓപ്ഷൻ വെക്കുന്നത്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കാഫറായ പൈസ തരാം, അല്ലെങ്കിൽ തരൂല. മൂപ്പർ എനിക്ക് പൈസ വേണ്ടാന്നും വെക്കാം, തങ്ങളെ കൊണ്ട് കാഫറാന്ന് പ്രശ്നമില്ല. ഫഖാല വല്ലാഹി ലാ അക്ഫുറു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യുമിതക ഇലാഹുഹു സുമ്മ യബഅസക. മൂപ്പർ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, നീ ചാവും, ചത്തിട്ട് പിന്നീട് എണിപ്പിക്കുമല്ലോ, ആ കാലം എത്തിയാലും ഞാൻ എന്താക്കൂല. ഓൻ്റെ അക്കീദ തിരുത്തിക്കൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നത്. കാലക്രമത്തിൽ അങ്ങനെ പാടിപ്പോയി നിങ്ങൾ ചത്തുപോക്കുന്നല്ലേ പറയുന്നത്. അപ്പം രണ്ടാമത് എണിപ്പിക്കലില്ലല്ലോ. അതാക്കി ആ ധാരണ തിരുത്തിക്കൊണ്ട് മുമ്പ് പറഞ്ഞു, നീ ചത്തിട്ട് വീണ്ടും കബറിന്ന് എണീക്കുന്ന കാലം വന്നാലും എന്താക്കൂല, തങ്ങളെ കൊണ്ട് ഞാൻ കാഫറാന്ന പരിപാടിയില്ല, പൈസ തരില്ല എന്നല്ലേ പറയുന്നു. വേണ്ട കാല. അപ്പം അയാൾ പറഞ്ഞേ ഫദർനി ഹത്ത മൂത്ത സുമ്മ ഉപഹാസ എന്താ, എന്നാ പിന്നെ നീ കാത്തു നിന്നോ, ഞാൻ മരിക്കട്ടെ, എന്നിട്ട് എണീക്കട്ടെ. ഫസൗഫ ഉത്ത മാലം വലത ഫക്ലിയക്ക, അപ്പം എന്താക്കും, എനിക്ക്
ധാരാളം സമ്പത്തും അല്ല തരും, കുറേ മക്കളെയും തരും. അപ്പം അതിന് പൈസ അവിടെ തരാം. ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വതആല ഫീഹി, ഈ വിഷയത്തിലാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്. അഫറഅയ്ത അല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദാ. ഇവിടെ ഉണ്ടതിൽ മറിയം സൂറത്തെടുത്തൊക്കെ സമസ്യ മറിയം സൂറത്തിൻ്റെ വലഭാഗത്താണ് വേണ്ടത്, തീരാലാകുമ്പോണ്ടാവും. അപ്പോൾ ചരിത്രം പഠിച്ചാൽ സബബുൻ നുസൂൽ കിട്ടും. സബബുൻ നുസൂൽ കിട്ടുമ്പോൾ അതിൻ്റെ ഹുക്മ് അതിൽ മാത്രം പരിമിതമാവൂല. അങ്ങനെ മനസ്സിലാക്കിനെ. അത് മക്കത്തിറങ്ങിയല്ല, അത് ഇന്നാളെ ഒരു കട്ട കൈമുറിക്കണം എന്ന് പറഞ്ഞാൽ അത് അയാളെ കട്ടോണ്ട് അയാൾ കൈമുറിച്ചിട്ടില്ല, തീർന്നില്ലേ? അങ്ങനെ ഇപ്പം ഇസ്ലാം ദീന് 10 കൊല്ലത്തേക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് മുസ്ലിയാക്കന്മാർ പറയുന്നു. അല്ല സുഹൃത്ത് ഒന്ന് പേര് സമാസോദ്യ ആയത്ത് ബലഭാഗത്തിലുള്ളത് ഇട്. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. അയാൾ പറഞ്ഞതാണ് തീർന്ന്. നമ്മുടെ ആയാത്ത് കൊണ്ട് കാഫിറാവുകയും അയാൾ പറയുകയും ചെയ്ത് എനിക്കെന്താക്കും, മാലും വലതും എനിക്ക് നിർബന്ധമായും അല്ലാഹു തആല തരും, എനിക്ക് കിട്ടാണ്ടിരിക്കൂല എന്ന് പറയുകയും ചെയ്ത ഒരു മനുഷ്യനെ കണ്ടോ നിങ്ങളിവിടെ? അപ്പം എന്തുണ്ട്, നാളെ പൈസ കുറേ കിട്ടുന്നല്ലേ? അള്ളാഹുവിനെതിരായിട്ട് ചോദിക്കുന്നത് അത്തല അൽ ഗൈബ. ഗൈബ് അറിഞ്ഞിട്ടുണ്ട് ഇവന്? മരിച്ചതിന് ശേഷം ഹയാത്താക്കി കിട്ടുന്ന കാര്യമോ ഗൈബ? ആ ഗൈബ് അറിഞ്ഞ ആളാണ് ഇവന്. ചോദ്യം അത്തല അൽ ഗൈബ ഇസ്തിഫാമിന്റെ അന്നിട്ടുണ്ടാവും അവിടെ ചോദിച്ചു. അത്തല അൽ ഗൈബ അല്ല, അങ്ങനെ തരാമെന്ന് അള്ളാഹുമായിട്ട് മുമ്പ് കരാറാക്കിയിട്ടുണ്ടോ? കരാറാക്കിയാണ് അള്ളാഹ് എന്താക്കും, പാലിക്കും. അങ്ങനെ കരാറ് ഇട്ടിട്ടുണ്ടോ ഈ ആശയ്ക്ക് ഇത്ര കൊടുക്കാമെന്ന്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അമിത്തഖദ ഇൻദർ റഹ്മാനി അഹദ, റഹ്മാനായ അള്ളാഹിൻ്റെ അടുക്കൽ നിനക്ക് ഇങ്ങനെ ഒരു കരാറ് നൽകിയിട്ടുണ്ടോ? അല്ല കൈ പറഞ്ഞിട്ട് നീ നോക്കിയിട്ട് പറഞ്ഞതാണോ? കല്ല, ഇത് രണ്ടുമില്ല. കല്ല എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനായി പറഞ്ഞത്. സനക്തുബുമായ കൂലു, അയാൾ പറഞ്ഞത് ഇവിടെ റിക്കാർഡിക്കലുണ്ട്. വനമുദ്ദുലഹു, അപ്പം മലായിക്കത്തിനെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. വനമുദ്ദുലഹു മിനൽ അദാബി മദ്ദ, അദാബിൽ എന്താക്കും കാലാകാലം ഒന്നിന് ശേഷം ഇങ്ങനെ എന്താക്കും മദ്. മദ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ തിരമാലൊക്കെ പറയല്ലോ മദ്, മദത് എന്നും പറയും. ഒന്ന് തീരുമ്പോഴേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ടല്ലേ ലഹാ മആനിൻ, ഖുർആനെ പറ്റി ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദിൻ വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി എന്ന് മുസ്ലിമാമ് ഖുർദയിൽ എന്താക്കി ഖുർആനെ പറ്റിയാണ് പറയുന്നത്. ലഹാ എന്ന് പറഞ്ഞാൽ ആയാത്ത്, ഖുർആനിൻ്റെ ആയാത്തുകൾ കൊണ്ട് മആനിൻ കുറേ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന ഭാഷാർത്ഥത്തിലുള്ള മുതാബക്കയ അർത്ഥം മാത്രമൊന്നുമല്ല. അത് തഫ്സീർ ഓതിയിട്ട് അതുകൊണ്ട് മതിയാക്കിയിട്ട് ഇതിൻ്റെ അപ്പുറം പറഞ്ഞ കാഫിറാക്ക എല്ലാം നമ്മളുണ്ടത്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വലിയൊരു മുഫസ്സിറും കൂടി ഒരു ചർച്ച ഉണ്ടായി. അറിയപ്പെട്ട മുഫസ്സിറാണ്, വലിയ ആളാണ്, പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അറിയാത്തത്. അങ്ങനെ ആയത്തിനെ പറ്റിയിട്ട് രണ്ടാളും ചർച്ച. അങ്ങനെ ഈ ആയത്തിന് നിങ്ങളെന്താ അയ്യുഹൽ മുഫസ്സിർ, പ്രസിദ്ധരായ മുഫസ്സിർ, ഈ ആയത്തിന് നിങ്ങളെന്ത് കാണുന്നു എന്ന് ചോദിച്ചു. മൂപ്പർ അർത്ഥം പറഞ്ഞു. ഇനി മറ്റൊന്നും കണ്ടുണ്ടോ? രണ്ടാമത് അർത്ഥം വെച്ചുകൊടുത്തു മറ്റൊരു രീതിയിൽ. ഏതായാലും 4 അർത്ഥം പറഞ്ഞു. പിന്നെ ഇനി എൻ്റെ അടുത്തൊന്നുമില്ല എന്നാണ്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു 40-ലേറെ വജുഹുകൾ എന്താക്കി ഇങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തു. നിങ്ങളിപ്പോൾ 4 നമ്പർ 40 ആണെങ്കിൽ 36 കൂട്ടിക്കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൂപ്പർ ഇങ്ങനെ താടിക എടുത്ത് മൂപ്പർ ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ മുഫസ്സിറാണ് ഞാൻ എന്നാണ്. അങ്ങനെ ചിലർക്ക് തോന്നിപ്പോകുമല്ലോ, ആ ധാരണ തിരുത്തിയിരിക്കുന്നു. അപ്പം എന്തായി, ഒരു സാലിഹിൻ്റെ കൂടെ കൂടി നേരത്തെ ഉജുബ് ഉണ്ടായിരുന്നെങ്കിൽ ഉജുബിവിടെ പോയി ഓറ മഹിമ കണ്ടിട്ട് സ്വഹബത്ത് കൊണ്ട് എന്താക്കി ഉജുബ് അങ്ങോട്ട് പോയി.
വജുബ് മാറ്റുന്ന കോലം കണ്ട ഒന്നും വേണ്ട, ഖുർആൻ അടക്കട്ടെ. ഹദീസിലേക്ക് കടന്നു നോക്കിയാലോ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചേർക്കപ്പെട്ട ഹദീസ് സഹീഹ് മുസ്ലിം. സഹീഹ് മുസ്ലിമിന് സയ്യിദുനാ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ശറഹ് എഴുതാൻ തുടങ്ങി. അതിൻ്റെ ശറഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമയിൽ തന്നെ മൂപ്പർ തന്നെ പറഞ്ഞു, ശറഹ് മുസ്ലിം വ്യാഖ്യാനിച്ചിട്ട് ശ്രദ്ധിക്കണം, 100 മുജല്ലദ് എഴുതാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് തന്നെ ഒരു ലഘുവായ രൂപത്തിൽ, കൂടുതൽ ആഴത്തിൽ ഞാൻ കിടക്കുന്നില്ല, ഒരു ലഘുവായ രൂപത്തിൽ എത്ര 100 മുജല്ലദ് എഴുതണം ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇതാരച്ചടിക്കും, ഏത് കുത്തുബഖാനക്കാർ വാങ്ങും, ആരാണിത് മുത്താല ചെയ്തെടുക്കുക? നമുക്കിപ്പോൾ ഒരു പേജ് കള്ളാസ് നോക്കിയാൽ മുത്താലയില്ല. 10 മിനിറ്റിൽ കവിയാത്ത എന്തോന്ന് കൊടുത്തേക്കാൻ പറഞ്ഞു. എനിക്ക് 10 മിനിറ്റിൻ്റെ അപ്പുറം നോക്കാൻ കഴിയില്ല, നിങ്ങൾ ഒരു ക്ലാസ് കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞ് നീണ്ട 1 മണിക്കൂറത്തെ ക്ലാസ് തന്നാൽ 10 മിനിറ്റ് പറയാൻ നിങ്ങൾ ഒരാഴ്ച നോക്കിക്കൊന്ന എന്തായി? പൂർത്തിയായും ചെയ്ത് 30 മിനിറ്റായും ചെയ്തില്ലേ? അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വിഷയം ചുരുക്കാൻ കഴിയില്ല. പിന്നെ ചുരുക്ക എങ്ങനെ? ഒരു സ്ഥലത്ത് ഇത്തിഫാക്കാൻ ഞാൻ എത്തിപ്പെട്ടിപ്പോൾ നബിലിനെ വകാൻ നടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല സ്ഥലം ബറക്കത്തിന് 2 കലിമത്ത് അത് കണ്ടു കിട്ടില്ല. 2 ഇല കൊണ്ടും 3 കൊണ്ടല്ല ഇല്ല. ഞാൻ പറഞ്ഞേക്കാം. എണീച്ച് ഒരു കലിമത്തായി. രണ്ടാമത്തെ കലിമത്തായി. അപ്പൊ ഫീഹി അന്നഹു ബശറുൻ എന്നുള്ളത് ജിൻസാണ്, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി ഫസ്ലുമാണ്. അസ്സലാമു അലൈക്കും. 2 കലിമത്താണ് എനിക്ക് സംബന്ധിച്ചത്. എന്തുകൊണ്ട് എന്താ തിരിഞ്ഞ ജിൻസ് തിരിഞ്ഞ ഫസല് തിരിഞ്ഞ ജിൻസും ഫസലും കൂടെ കൂടിയ എന്താ ഉണ്ടാകും തിരിഞ്ഞ? ചുരുക്കത്തിൽപ്പെട്ട 100 മുജല്ലദ് അതന്നെ ഒരു ബാഹ്യമായ നിലക്ക് കൂടുതൽ ആഴത്തിലും മറ്റും പരത്തി പറയാതെ കണ്ട് എൻ്റെ മനസ്സിലെടുത്തിട്ട് 100 മുജല്ലദ് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഭാവിയിൽ ഈ നീണ്ട കാര്യങ്ങൾ ആരും വാങ്ങി വഹിക്കൂല. അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ 40 മുജല്ലദ് എഴുതിയിട്ടുണ്ട്. പിന്നെ നൊയിമാമിൻ്റെ കാര്യം പറയുന്നത്, അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയില്ല. ഈശ്വര മുസ്ലിമല്ല, നൊയിമാമിൻ്റെതല്ല. അവസാനം 26,000 രൂപ ചാർജ് പറഞ്ഞ് മൂപ്പർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രസ്തുവാർ തിരിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു ഒന്ന് നോക്കാൻ തരാൻ പറഞ്ഞ് 26,000 രൂപയൊന്നും വരില്ല. എൻ്റെ അടുത്ത് പൈസയിലായിട്ട് തിരിച്ചു കൊടുത്തു. എന്തെങ്കിലും ഇഴിവാക്കിയിട്ട് ഉസ്താദിനെ വേണമെങ്കിൽ വാങ്ങിത്തരാമെന്ന്. അപ്പോൾ കൂടുതൽ വോള്യങ്ങൾ വന്നാൽ ഉണ്ടാവില്ല, നടപ്പിച്ച് വരില്ല. അത് പേടിച്ചിട്ട് ഞാൻ എന്താക്കുന്നത്, ആറ്റി പറഞ്ഞത് 10 അല്ലെങ്കിൽ 20 വോള്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 10 വോള്യാണ് ശരിക്ക് ഉള്ളത്. പക്ഷേ വലിച്ചടിച്ചിട്ട് തഹ്ഖീഖെല്ലാം എടുത്ത് നോക്കുമ്പോൾ വോള്യം കൂടി. അപ്പം 90% മൂപ്പർ മനസ്സിലൂടെ ബാക്കി വെച്ചിരിക്കുന്നു എന്നർത്ഥം. ആലോചിച്ച് നോക്കറ. കിതാബിൽ അടക്കിയത് 10% ഉള്ളൂ. 90% ഇമാം നവവി തങ്ങളെ കാൽമ പിടിച്ചിട്ട് മനസ്സിലാക്കണം. അതന്നെ, അതായിട്ടില്ല. നമ്മളെ ഓതുന്ന ഹിക്മില്ലേ, അത് ഹദീസല്ലല്ലോ. ഒന്നുമില്ല, അവലിയ ഹദീസിന്റെ സ്ഥാനത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസ്തിലാഹ പ്രകാരം ഹദീസല്ല, പക്ഷെ ഇൽഹാമിയായ തജല്ലികളാണ്. അഹമ്മദ് ദർറൂഖ് റളിയല്ലാഹു അൻഹു 33 വട്ടം ശറഹ് എഴുതിയിട്ടുണ്ട്. അത് ഒന്നാമത്തേൽ പറഞ്ഞത് 33 വോള്യം 33 തവണ, ഒരു ഇബാറത്തിന് 33 തവണ അർത്ഥം വെക്കുന്നു. മസല ഇറാദത്തുക തജ്രീദ് മഅ ഇഖാമത്തില്ലാഹി യാക ഫിൽ അസ്ബാബി മിന ശഹവത്തിൽ ഖഫിയ 33 വജഹിൽ കൂടിയ ശറഹ് എഴുതി. അതിൽ കിട്ടിയത് 16ാമത്തെ ശറഹ് എനിക്കുണ്ടെന്ന് ഔക്കാഫിൽ നിന്ന് ഫോട്ടോ എടുത്ത് കിട്ടിയിരുന്നു. അതിന് മുമ്പുള്ളത് ശേഷമുള്ളത് കിട്ടിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ ഇതന്നെ ഒരു ബാഹ്യമായ പോക്കാന്ന്. ഞാൻ കുറച്ചും കൂടെ ആലോചിച്ച് 100 വജഹിൽ കൂടി പറഞ്ഞു വന്നു. ആരെ? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ വലിയൻ്റെ കലാമ് ഞാൻ 100 വജഹിൽ കൂടി ഒന്നിൽ പറഞ്ഞ് ആവർത്തിക്കൂല. ഇപ്പറോ അത് തന്നെ പറയലല്ല,
ഹിക്മത്ത് മൊത്തത്തിൽ 33 വോളിയം ഷറഹ് എന്നും അല്ല ഈ പറഞ്ഞത്. ഒരു കലാമിന് 33 വചിൽ കൂടി മൂപ്പർ ഷറഹ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഹിക്മത്ത് എന്തായിരിക്കുന്നു മനസ്സിലാക്കി നോക്ക്. അപ്പൊ 33 തവണ ഓതിയാൽ 33 വിധേനയുടെ അർത്ഥം കിട്ടും. ഏത് മുസന്നിഫ്? ആ പിന്നെ അതല്ല ഇബാദത്തിലുണ്ടെന്നല്ലേ പറയുന്നു. വൈൻ ഷെയ്ത്താ കൊൽത്താന്ന് എത്ര അർത്ഥം മാറ്റി മാറ്റി 3-4 അർത്ഥം നമ്മുടെ സറഹിൽ തന്നെ പറയുന്നില്ല. ഈ കാലത്തിലല്ലോ വൈൻ ഷെയ്ത്താ കൊൽത്ത, വൈൻ ഷെയ്ത്താ കൊൽത്ത. എനിക്ക് ബോധയുടെ ഇങ്ങനെയും വെച്ചോ ഇങ്ങനെയും വെച്ചോ 2-3 പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ലഹാ മഹാനിൻ. അപ്പൊ ഖുർആനിന് മാനകളുണ്ട്. എങ്ങനത്തെ മാന? മഹാനിൻ. മാനാന്റെ ജമ്മാന്ന് മഹാനിൻ. അത് ഉപമിച്ചെഴുതാക്ക മൗജിൽ ബഹരീൻ, സമുദ്രത്തിലുള്ള തിരമാല മോലേന. അപ്പൊ സമുദ്രത്തിലുള്ള തിരമാലയോട് ഖുർആനിന്റെ മാനകൾ എന്താക്കി? തസ്ബീഹാക്കി. തസ്ബീഹാക്കുമ്പോൾ എന്ത് വിഷയത്തിലാ തസ്ബീഹ്? ഫീ മദദിൻ. തിരമാല നോക്ക് അടിച്ചങ്ങ് തീർന്നു. അത് തീരുമ്പോഴേക്കൊണ്ട് അങ്ങോട്ട് വരുന്നു മല പോലെ. ഇതിന് രണ്ടാമത്തെ തീരുമ്പോഴേക്കൊണ്ട് അടങ്ങി നിൽക്കുന്ന സമയമില്ല. ഇതുപോലെ എന്താക്കും? തിരമാല വരുന്ന പോലെ ഖുർആനിൻ്റെ ഒരു വചിൽ കൂടി അർത്ഥം വെച്ചു, മറ്റൊരു വചിൽ കൂടി അർത്ഥം വെച്ചു, വെച്ചിട്ട് ഈ തീരുന്ന സമയം ഉണ്ടാവില്ല. വഅലൈക്കും അസ്സലാം. നമ്മൾ വിചാരിക്കുന്ന ആ ഭാഷാർത്ഥം മാത്രം വെച്ചാൽ എന്തായി? ഖുർആൻ പഠിച്ചാലായി. ഇതൊരു സംതൃപ്ത. ഇനി അതിൻ്റെ അപ്പുറർത്ഥം പറഞ്ഞവനെ കാപ്പറാക്കുകയും ചെയ്യും. അല്ലേ? എത്ര വജഹിൽ കൂടെ ഒരു ലഫ്ദിന് അർത്ഥം കിട്ടും? മുത്താബക്ക് അല്ലേ? ഇൽത്തിസാമ്, പിന്നെ തളമ്മന് ഇൽത്തിസാമ്. ഇൽത്തിസാമ് തന്നെ അക്കലിയുണ്ട്, ആദിയുണ്ട്, ഷറയുണ്ട്. പിന്നെ മഫ്ഹൂമുണ്ട്, മന്തൂക്കുണ്ട്, മഫ്ഹൂമുണ്ട്. മഫ്ഹൂമിൽ തന്നെ എന്തുണ്ട്? മുവാഫിഖയുണ്ട്, മുഖാലഫയുണ്ട്. 2 ജാതിയുണ്ട്. ഖിയാസ് ഉണ്ട്. ഖിയാസ് എന്ന് പറയുമ്പോൾ തന്നെ ഔലാ ഖിയാസ്, മുസാവി ഖിയാസ്, അഥവൻ ഖിയാസ്. ഖിയാസ് 3 തരത്തിലുണ്ട്. ഹഖീഖത്തുണ്ട്, മജാസുണ്ട്. മജാസിൽ തന്നെ എന്തുണ്ട്? മജാസ് തസ്ബീഹിൻ്റെ മജാസ് ഉണ്ട്, മജാസ് മുർസലുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലഫ്ദ് കിട്ടിക്കഴിഞ്ഞാൽ 16ഓളം ഫന്ന് ഉപയോഗിച്ചെന്താക്കുക? ഈ ഓരോ ഫന്ന് താക്കോലാണ് നീ തുറന്നെടുക്കാനുള്ളത്. ആ താക്കോൽ ഉപയോഗിച്ചിട്ട് 16ഓളം മഹജിത്ത് ഇങ്ങോട്ടും മറ്റും തിരിച്ചും മറിച്ചും പിടിച്ചു കഴിഞ്ഞാൽ ഒരായത്തിന് ഈ നമ്മളിപ്പോൾ സാമാന്യമായി അർത്ഥം വെച്ചാൽ ഈ ഫന്നുകൾ ഓതിയാളാണെങ്കിൽ 16 വചിൽ കൂടി അർത്ഥം വെക്കാൻ കിട്ടും. എന്നാ പക്ഷേ ദലാലത്ത് എന്ന് പറഞ്ഞാൽ ആ ലഫ്ള് എന്ത് ആശയത്തിനെ പ്രകടിപ്പിച്ചുവോ അതല്ലേ ദലാലത്ത്. ദലാലത്ത് മുതാബക്ക, തളമ്മുനി, ഇൽത്തിസാമി. ഇൽത്തിസാമി 2, ഇപ്പം തന്നെ 4ആയി. മഫ്ഹൂമ്, മന്തൂക്ക്. മഫ്ഹൂം ഇതന്നെ മുവാഫിഖ, മുഖാലഫ. അതായത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഖിയാസ് എന്നുവെച്ചാൽ നമുക്ക് കിട്ടുമെന്ന് ഈ പറയപ്പെട്ട പന്നെല്ലാം ഓതണം. പന്നോതിയിട്ട് അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിക്കണം. നിറക്കുറെ കിട്ടും. അതിൻ്റെ കല്ലാൻ്റെ തൊപ്പിക്ക് കൂടിയാൽ 16 1600 ആയാലും തീരില്ല. അതുകൊണ്ടാണ് അലി ബിൻ അബി താലിബ് നിങ്ങൾ പറഞ്ഞത് ഫാത്തിഹ സൂറത്ത് എനിക്ക് കിട്ടിയാൽ 70 ഒട്ടകത്തിനെ ചുമക്കാനുള്ള ലോഡിനാക്കി തണ്ടാക്കുന്നു. നിൽപ്പുണ്ടാ? എന്താന്ന് കരുണാകരൻ പണ്ടത്തെ മുഖ്യമന്ത്രി ആരുണ്ട്? ആയ അള്ളാഹുവിന് സർവസ്വതി കഴിഞ്ഞു. എല്ലാ ഔഷധി അള്ളാഹ്ക്കും ഓൻ പൂറ്റുന്നവനാണ്. പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർന്നില്ലേ ഫാത്തിഹ? അപ്പോൾ 70 ഒട്ടകത്തിന് ചുമക്കേണ്ട കിതാബിൻ്റെ ലോഡോടെ ഒരൊട്ടകത്തിന് എത്ര ലോഡ് വയ്ക്കാൻ കഴിഞ്ഞാൽ ആലോചിച്ചവിടെ. അത് തന്നെ ഫാത്തിഹനെ പറ്റിയാണോ ബിസ്മയെ പറ്റി പറഞ്ഞതാണോന്ന് ഖിലാഫുണ്ട്. നമുക്ക് ഫാത്തിഹ ബൽ തന്നെ എടുക്കാം. അതാണ് വനമുദ്ദു. അവിടെ നമ്മൾ വെടിമാറിയത്. വനമുദ്ദുലഹു, അവനെന്താക്കും? ഒരു അദാബ് തീരുമ്പോഴേക്ക് മറ്റൊരു അദാബ്. നമ്മൾ തക്കാത്തിൽ വഴിയാണ് കേൾപ്പാ. ആദ്യം വെൽക്കം വാട്ടർ അതെല്ലാം കുടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാവും. മന്തി കൊണ്ടുവച്ചിട്ട് മന്തി തീരുമ്പോൾ വേറൊന്നും കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇരുന്ന് തക്കാരം ചെയ്യുന്നു. മണിക്കൂറോളോളം ഇരിക്കാൻ പണി കിട്ടി.
അത് അവനെ മുദ്ദു. മറ്റേ നമ്മൾ ചോറും കൂട്ടാനും കൊണ്ടുവച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ്. ഇർസാലാണെങ്കിൽ അത്രയും വേണ്ട. ഇർസാൽ അറിയില്ലേ? ചവക്കൊന്നും വേണ്ട. അൽഹംദുലില്ലാ. അപ്പൊ ഇപ്പത്തെ ചങ്ങായി ഒരുപടി വാരിയിട്ട് ചവച്ച് മുമ്പൊക്കെ കേൾക്കുന്ന അയാൾക്ക് പട്ടിണി. പക്ഷെ ടേബിൾ നോക്കാൻ നോക്കുന്നുണ്ടാവും. അതാ പൊട്ട് വനരിസുഹുമായൂലു. ആ ഒരു കുറ്റം കെട്ട വാക്ക് പറഞ്ഞില്ലേ, ലഹൂത്തന്നെ മാലമ്മ ബലതാന്ന്. അത് അതിൻ്റെ ശിക്ഷ അവന് എന്താക്കും? അനന്തരം വഹിക്കണം. വാക്കല്ലല്ല കൊടുക്കില്ല, വാക്കിൻ്റെ ശിക്ഷയാണല്ലോ അനന്തരം. അനന്തരം കിട്ടുന്നത് അതിൻ്റെ അനന്തര ഫലം ആസ്വദിക്കണം എന്നർത്ഥം. ഇതാണ് ആരുമില്ലാത്ത അവസ്ഥ വരും. ഇവൻ മാലും വലതും ഉണ്ടാവുന്നല്ലേ. മാലില്ലാതെ ഫക്കീറാവുകയും ചെയ്യും, വലതില്ലാതെ ആരും സഹായിക്കാനില്ലാത്ത. അതാണ് വലഹത്തിന ഫർദാ. അതാണ് തീർന്നു. ഇനി രണ്ടാളിപ്പം കഴിഞ്ഞ്. ഇനി 3 വമനിസ്തിഹിദാഇൽ അസ്വദ് ഇബ്നു അബ്ദി യഗൂസ് ഇബ്നു വഹബ് ഇബ്നു സുഹറ. അതാരാണ്? വഹബ് എന്ന് വെച്ചാൽ ആമിന ബീബിൻ്റെ ഉപ്പയാണ്. മുള്ളു നോക്കറാ. ആമിന ബീബിൻ്റെ ഉപ്പയാന്നാര്? വഹബ് അല്ലേ? അപ്പോൾ വഹബിൻ്റെ മകനാണ് ഇത് അബ്ദു യഗൂസ്. അപ്പോൾ ആമിന ബീബിൻ്റെ ആങ്ങളെ. അത് കുടുംബം മനസ്സിലാക്കുന്നില്ല. ആങ്ങളെ. ആങ്ങളൻ്റെ മോനാന്നാര്? അസ്വദ്. ഇതാണ് ഇബ്നു ഖാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഖാല് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ആങ്ങള. ഉമ്മാൻ്റെ ആങ്ങളാര്? അബ്ദു യഗൂസ്. കാരണോറമൻ. അന്നഹു കാന ഇദാ റഅൽ മുസ്ലിമീന. മുസ്ലിമീങ്ങളെ കണ്ടുമുട്ടിയാൽ കാലലി അസ്ഹാബിഹി. എന്താ? അസ്ഹാബിമാരോട് പറയും. ആരോട്? ഇവൻ്റെ ചങ്ങായിമാരോട്. ഇവരെ പരിഹസിച്ചിട്ട് എന്താ? ഇസ്തിഹ്സാ ബിസ്സഹാബത്തിനെ പരിഹസിച്ചിട്ട് ഇവൻ്റെ ചങ്ങായിമാരോട് പറയും. എന്താ? കദിജാക്കും മുലൂക്കൽ. അതാണോ നാട്ടിലെ രാജാക്കന്മാർ അതാ വരുന്നത്. എന്താണ്? കൈസരയും കിസരയും പിടിച്ചടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, കൈസരം അതല്ല അന്നത്തെ വലിയ രാജാവ്, ഓനെ പിടിച്ചടക്കുമ്പോൾ അവരെഞ്ഞാക്കാൾ വലിയ രാജാവേ ഇല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട്. ഇവർക്കാണ് ഉടുത്തുണിക്കും മറുതുണിയില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ല. എന്നിട്ട് പരിഹാസാക്കിയിട്ട് പറയും അല്ലദീന ജലിസൂന കിസ്റ വ കൈസർ. കിസ്റയും കിസ്റനെയും പിടിച്ചടക്കുന്ന വലിയ രാജാക്കന്മാർ വരുന്നതെന്ന് പറഞ്ഞിട്ട് പരിഹാസമായിട്ട് പറയും. അതുകൊണ്ട് ലിഅന്ന സഹാബത റളിയല്ലാഹു അൻഹു പരിഹസിക്കാൻ കാരണം എന്താ? കാനു മുതകശ്ശിഫീന സിയാബുഹും റസ്സത്തുൻ വആയിഷുഹും ഹസിനുൻ. അസ്ഹാബിമാരുടെ ജീവിതം എങ്ങനെയായിരുന്നു? എളിയ ജീവിതം നയിക്കും. വയറെന്നറിയാൻ തിന്നാനൊന്നുമില്ല. അവരുടെ വസ്ത്രമാണെങ്കിലോ കീറിയിട്ടും പറഞ്ഞിട്ടും പഴകിയിട്ടുണ്ടാകും. അവർക്കാണെങ്കിലോ വളരെ പരുഷമായ ഒരു ജീവിതം. അപ്പോൾ ഇവർക്ക് എങ്ങനെ കിസ്റാനെയും കൈസറിനെയും പിടിച്ചെടുക്കാൻ കഴിയുക? അതെ. എന്നിട്ടോ ഇത് അസ്ഹാബിമാരെ പരിഹാസമാക്കിയിട്ട് അവർ പരസ്പരം പറയുന്നത് വക്കാന യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും മാ കല്ലംതൽ യൗമ മിനസ്സമാ യാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി. മുഹമ്മദേ, ഇന്ന് ആകാശത്ത് നിന്ന് എന്തെല്ലാം വാർത്ത വന്നുവിടാവും? വഹയിനെ പരിഹസിച്ചിട്ടാണ് ചോദിക്കുന്നു. വമാ അസ്ബഹ ഹാദൽ ഖൗൽ. ഇതുപോലത്തെ പല വാക്കുകളും എന്താക്കും? തങ്ങളെ പരിഹസിക്കും. അപ്പോൾ ഇപ്പം എത്രയായി? 3. ഇനി വമിൻ ഇസ്തിഹ്സാഇൽ അസ്വദ് ബിൻ മുത്തലിബ് ബിൻ അസദ് ബിൻ അബ്ദുൽ ഉസ്സ. അത് തങ്ങളുടെ കുടുംബം തന്നെയാണ്. എന്താ കുടുംബം? ഉപ്പാരല്ലല്ലോ ഇല്ല. ഇത് അബ്ദുൽ മുത്തലിബല്ലല്ലോ, മുത്തലിബല്ല ഇത്. ആ മുത്തലിബിന് ഉപ്പേരെ നോക്കിയാട്ടെ. അസദ് ബിൻ അബ്ദുൽ ഉസ്സ. ഖദീജ ബീബിനെടുക്ക്. ഹുവൈലിദിന്റെ വാപ്പ അസദ്, അവരുടെ വാപ്പ അബ്ദുൽ ഉസ്സ. അപ്പൊ ഹുവൈലിദും അസദും കൂടെ ഒത്തുകൂടി. എന്താ തിരിയാത്ത? ആ അതെ അതെ, ഹുവൈലിദും മുത്തലിബും കൂടെ ഒരുമിച്ച് കൂടി. അപ്പൊ അവർ രണ്ടാളും ഇപ്പൊ അസദ് ബിൻ അബ്ദുൽ ഉസ്സ. അന്നഹു കാനഹു അസ്ഹാബുഹു യതഗാമദൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെന്താക്കും? വല്ലാണ്ട് കൊഞ്ഞരം കാട്ടും.
ആ പക്ഷെ രണ്ടും അങ്ങനെ പദം ഒന്നുകൂടെ ഇത് അബ്ദുല്ലാഹിയും ഹംസത്തും പിന്നെ ആരല്ലോ അബ്ബാസും എല്ലാവരും ഓർമ്മയിൽ വന്നിട്ടില്ലേ? പക്ഷെ അബൂലഹബിൻ്റെ അവസ്ഥ എന്താന്ന് കുടുംബ പാരമ്പര്യം. അങ്ങനെ തങ്ങളുടെ കൂടെ ഒന്നിച്ച് നടന്നാണല്ലോ അബൂ സുഫിയാൻ. ഏത് അബൂ സുഫിയാന്? ബദ്ർ യുദ്ധത്തിൽ അബൂ സുഫിയാനല്ല, ഹാരിസ്. പക്ഷെ ഓർമ്മ ഈ മുസ്ലിമീൻ. അപ്പോൾ അസ്ഹാബിമാരെന്താക്കും? കൊഞ്ചനം കാട്ടിയിട്ട് വൈസഫിറും അവരെ കണ്ടെന്താക്കും? ഇങ്ങനെ ബായിൽ വെച്ച് ചൂളം വിളിച്ചിട്ട് കളിയാക്കും, പരിഹാസം. ഇനി മന്തെന്ന് ഒമനിസ്തിഹിദാഇൽ വലീദ് ബിൻ മുഗീറ ഇബ്നു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ മഖ്സൂം. ഓരാരാന്ന്? വാലിദു ഖാലിദ് ബിൻ അൽ വലീദ് എന്ന് പറഞ്ഞില്ലേ? അപ്പം ഖാലിദ് തങ്ങൾ വലിയ മുസ്ലിമായിട്ടുണ്ട്. അവർ ഉപ്പയാണ് ആര്? വലീദ്. അമ്മു അബൂജഹലിൻ്റെ അമ്മുമാണ്. അബൂജഹലിൻ്റെ ഉപ്പാര സഹോദരൻ. വക്കാനമിൻ ഉലമായ ഖുറൈശികളിൽ വലിയ ആദരണീയനായ ഒരു വ്യക്തിയും കൂടിയാണ്. വക്കാന ഫി സാറ്റിമിനൽ ഐഷി വമക്കാനത്തിമിന സിയാദ. എല്ലാവരെയും കീഴടക്കുന്ന തരത്തിലുള്ള ഒരു നേതൃത്വവും നല്ല വിശാലമായ ആഡംബരകരമായ ജീവിതവും ആർക്കുണ്ടായിരുന്നു? ഈ വലീദിന്. കാന യുതഇമുന്നാസ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. എപ്പോൾ? അയ്യാമ മിനൻ്റെ കാലത്ത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ ഹജ്ജുണ്ട്. അപ്പം മിനയിൽ 3 ദിവസം ആളെ കൂടണ്ടേ? അക്കാലത്തുള്ള ഭക്ഷണം ഇയാളെ കൊടുക്കുക. എന്താ കൊടുക്കല്? ഹൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതിരി പായസമെന്നോ എന്താ പറഞ്ഞോ, അൽസ. എന്നിട്ടോ അയാൾ വിളംബരം ചെയ്യും, വേറൊരാൾ അടുത്ത് തീപ്പൊന്തിക്കാൻ പാടില്ല, എൻ്റെ ഭക്ഷണം ഇല്ലാണ്ട് ആരും കഴിക്കാൻ പാടില്ല എന്ന്. എന്താ വയന്ന അൻ തൂക്കത നാറുൻ, വീട്ടിൽ തീപ്പൊന്തിക്കാൻ പാടില്ല. നെല്ലി താമീൻ, ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന്. എന്നല്ലാണ്ട് വീട് വരിക്കാൻ വേണ്ടി ആക്കിക്കൂടാന്ന് പറഞ്ഞിട്ടില്ല. ഗൈറനാല്, ഇയാളെ തീയല്ലാതെ എന്താക്കാൻ പാടില്ല, പൊന്താൻ പാടില്ല. അപ്പം കുറേ സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അവിടെ പോക്ക്. ഇനി വയുംഫിഖു അലൽ ഹാജ് അയ്യാമൽ മൗസിം, ഹജ്ജിൻ്റെ സീസൺ എന്താക്കും? ഹാജിമാർക്കുള്ള ചിലവെല്ലാം നഫഖത്തം വാസി, ഇഷ്ടം പോലെ ചിലവ് കൊടുക്കും. അതിൽപ്പെട്ടത് തന്നെയാണ് ഏത്? അയ്യാമു മീന. വക്കാനത്തിൽ ആറാബു തുസിനി അലൈഹി, ആറാബികളൊക്കെ വന്നിട്ട് ഇയാളെ വല്ലാതെ പുകഴ്ത്തി പറയും. വക്കാനത്തിൽ ബസാത്തീനും മക്ക ഇല തായിഫ്, മക്ക മുതൽ തുടങ്ങിയിട്ട് തായിഫിലെത്തുന്നത് വരെയൊക്കെ തോട്ടങ്ങളുണ്ട്. ഇപ്പം ഇത്ര കിലോമീറ്റർ ഇപ്പോൾ 100. അതപ്പോൾ മക്കയിൽ തായിഫിലേക്ക് എത്ര കിലോമീറ്റർ? 90 ഉണ്ടാവും. എന്നാലും 100ൻ്റെ അടുക്കുണ്ടത്. അത് സെയിൽ വഴിക്ക് പോയാൽ കുറയുന്നുണ്ട്, കയറില്ല. കേരളത്തിൽ ഒരു സെയിൽ വഴിക്ക് പോയാൽ മല കയറണ്ടല്ല. ഇപ്പോഴുള്ള ഹൈവേയിൽ കൂടിയാണ് പോകുന്നത്. അത് പോകാത്തൊക്കെ ഒരു ഓർമ്മ കിട്ടൂല. ഇപ്പം മല കയറിയിട്ട് മലയോര ഹൈവേ ആണ്, ട്രാഫിക്കെല്ലാം ഒഴിവാക്കാൻ. അപ്പോൾ ഞാനന്ന് നമ്മുടെ ഡ്രൈവറോട് ചോദിച്ചു, ഇതിൽ കൂടി തന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തായിഫിലേക്ക് പോയത്? ഉസ്താദേ വേറെ ഭാഷയിൽ അത് അപ്പുറത്തെയാണ്. ഈ മല പൊട്ടിച്ചിട്ടാക്കിയത് അടുത്ത കാലത്താക്കിയെന്ന് കണ്ടാൽ തിരിയുന്നില്ലായിരുന്നു. കയറി പോയിട്ട് കുറച്ചങ്ങോട്ടൊന്ന് ചെവിയിലേക്ക് നാക്കുന്നുണ്ടോ? ഇറങ്ങുമ്പോൾ പേടിയാവും, പുളയിൽ ഇറങ്ങും പോലെ. പഠിച്ച താലേക്ക് നോക്കുമ്പോൾ മുലപ്പാൽ മുടക്കുവേ. വണ്ടി എങ്ങാനും ഒരു ടയർ ചെരിഞ്ഞെങ്കിലും എന്താ ഉണ്ടായാലും ഇത്ര ആയത്തിലാണ് പോകുന്നു. തായിഫിലേക്ക് തന്നെ പോയെന്നേ. നമ്മളെ അലിയില്ലേ, മുഹമ്മദ് അലി, അത് അവിടെ നിന്ന് അപ്പുറം 200. ഹലീമ ബിൻ്റെ അവിടെ നിരപ്പായ സ്ഥലമല്ലേ. തായിഫും കഴിഞ്ഞിട്ട് പണ്ട് യൂസഫ് എല്ലാം വന്നിട്ട് അവിടെ മലയോര പ്രദേശം നിരപ്പാവും. വയനാട്ടിൽ ചുരം കയറി നോക്കിയാട്ടെ മാനന്തവാടിക്ക് ഒറ്റപ്പത്തും നിരപ്പായില്ലേ. മല എന്നെ ആകാശത്തിലേക്കല്ലല്ലോ പോകുന്നു. ഇതെങ്ങനെ കയറിയപ്പോൾ നിരപ്പാകും. ഹലീമ ബീവിൻ്റെ അവിടെയൊക്കെ നിരപ്പ് ഭൂമിയാണ്. ഇല്ല, മുതലിനല്ല പറഞ്ഞു. മുതലിനാണ് ഇബ്തിദാ പട്ടോളം ഒന്നുണ്ടാ. അത് മമ്മി മനസ്സിലാക്കാനുള്ളൂ. ചിലപ്പോൾ കായത്തും പട്ടോളം ഒന്നില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹത്ത എന്താ പൊട്ടിട്ടുണ്ടാ?
ഹത്തൻ്റെ കാലത്തോടെ ഇവിടെ ഫജുറല്ലേ? ഫജുർ പട്ടക്ക് പിന്നെ അവിടെ രാത്രിയില്ലല്ല. മിൻ തുടങ്ങിയാൽ പട്ടോളന്നില്ല അല്ലേ? എംസത്തെ പട്ടോളന്നുണ്ടാ? അപ്പോൾ എവിടെയാണോ അവസാനിക്കുന്ന അടങ്ങ് തുടങ്ങും. ഹറമിൻ്റെ കല്ലും പാറയും അതെത്ര ഉണ്ടാവും അസ്ലമേ? പോട്ട്. അപ്പോൾ തായിഫ് വരെ നീണ്ടു നിൽക്കുന്ന തോട്ടങ്ങളായാൽ ഭയങ്കര പണക്കാരനാന്ന്. വക്കാനമീൻ ജുംലത്തിയ ബുസ്സാൻ, ആ കൂട്ടത്തിലൊരു തോട്ടമുണ്ടായിരുന്നു. ലാ യൻഖത്തിഉ നഫ്ഉഹു ശിതാഅൻ വലാ സൈഫൻ, ചൂട് കാലത്താവട്ടെ തണുപ്പ് കാലത്താവട്ടെ അതിൻ്റെ വരുമാനം ഒന്നും കുറയൂല. അപ്പോൾ ഈ ദാനധർമ്മം ചെയ്ത വകയിൽ എന്തോ ഒരു പൊരുത്തം കിട്ടിയിട്ടുണ്ട്, ഒരു വർക്കത്ത്. കോട്ടക്കര വൈദ്യന്മാരാ മതി. അയാൾ ആദ്യം തന്നെ പഠിച്ചിറങ്ങിയ പാടെ എന്താക്കി സാധുക്കൾക്ക് പൈസ വാങ്ങാണ്ട് ചികിത്സ കൊടുക്കലാണ് ആദ്യം തുടങ്ങി വരുവാണ്. ചാരിറ്റി പൈസയൊന്നും വേണ്ട, രോഗം പോയി പറഞ്ഞാൽ മരുന്ന് കൊടുക്കും. അന്നൊക്കെ ഇപ്പം വലിയ പ്രചരണമായിട്ട് ലക്ഷക്കണക്കിന് ബ്രാഞ്ചുകളല്ലേ നാട്ടിലും വിദേശത്തെല്ലാം. അപ്പം ദുന്യവിചാര എന്തെല്ലാം ചിലപ്പം കിട്ടാം ഇല്ലേ? എല്ലാ സാധുക്കളും ഇഷ്ടപ്പെട്ട പൈസ ഇല്ലാണ്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല. നോക്കട്ടെ എന്നിട്ടെന്താ ആയിന്നറിയത്? ഭയങ്കരമായ ആഫത്തും തീപിടുത്തവും ആഫത്തുണ്ടാക്കി അതിനെ ബാധിച്ചിട്ട് ഹത്ഫി അംബാലി അഹമ്മദ് മുഴുവനും ഇല്ലായ്മയിലേക്ക് എത്തി, എല്ലാം നശിച്ചുപോയി. വലം ജബ്ക ലഹു ഫി അയ്യാമിൽ ഹജ്ജ്, അപ്പം ഹജ്ജിൻ്റെ സീസൺ വന്നാൽ എന്തില്ല, നമ്മളെ വലീദ് എവിടെ പോയി ചോദിക്കാൻ ആളില്ല. മറ്റാകുമ്പോൾ വലീദിൻ്റെ പേർക്ക് പോയിക്കൊന്നല്ലേ പറയല്ലേ, വലീദ് പട്ടികയിലേ ഇല്ലണ്ടായി. വക്കാനഹുൽ മുഖദ്ദമ ഫി ഖുറൈശിൻ ഫസാഹത്തൻ, അതുപോലെ വാക്ക് സാമർഥ്യം ഉണ്ടല്ലോ, ഫസാഹത്ത് സംസാരത്തിൻ്റെ വൈഭവം, അതിൽ ഖുറൈശികളിൽ ഒന്നാം നമ്പറാണ്. വക്കാന യുക്കാലു ലഹു റൈഹാനത്ത് ഖുറൈശ് എന്നൊരു സ്ഥാനപ്പേരുമുണ്ട്. ഖുറൈശികൾ റൈഹാനത്താണ്. വയുക്കാലു ലഹു അൽ വഹീദ് എന്നൊരു പേരുണ്ട്. വഹീദ് എന്നാൽ എല്ലാ വിഷയത്തിലും ഏകനായ ഒരധ്യായി. വഹദ് എന്ന് പറഞ്ഞാൽ ഏകനല്ലേ? അപ്പോൾ തുല്യതയില്ലാത്ത ഏകനായ ഒരു വ്യക്തി. ഇതിൽ ഫിഷറഫി സൂറതി വൽജാഹി വദ്ദിയാസ. ഇതാണ് വഇയ്യാഹു അനാ സുബ്ഹാനഹു വതആല. അവിടെ അനന്നല്ല വയ്ക്കേണ്ടത്, വസ്തു സാധാരണ വിനിയാന്ന് വയ്ക്കണ, അങ്ങനെ വയ്ക്കണ. ബാഹിൽ മജ്ഹൂലായിരിക്കും, അല്ല അങ്ങനെ വായിക്കണമെന്നുണ്ടോ? എന്നിട്ടോ മുലാരി പറയുമ്പോഴാ അതിന് മുലാരി എങ്ങനെ പറയില്ലേ? ഏനീന്ന. അപ്പോൾ ഉണ്ണിയ ഏനീന്ന. അതെ, അനഫയിലാടെ അവിടെ മറ്റുള്ള വിരുദ്ധമായിട്ട് വിനിയാന്ന് വായിക്കണം ചില പറയുന്നത് കേട്ടണം. അതെ, എന്തോ ആട്ടെ, എന്താത്തിൽ ബിഖൗലിഹി തആല ദർനി വമൻ ഖലഖതു വഹീദാ വജഅൽതു ലഹു മാലം മംദൂദാ. അത് സൂറത്തുൽ മുദ്ദസ്സിർ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറിച്ച യാ അയ്യുഹൽ മുദ്ദസ്സിർ ലാസ്റ്റ് ഇടഭാഗത്തെ പേജിലുണ്ടോ? ഒന്നാമത് ഷമാസോ, അത് പേജ് പറഞ്ഞു. അലിഫ് നിങ്ങളിട്ടെ, അലിഫില്ലെങ്കിൽ പിന്നെ ഷുഹൂദ് എന്നല്ല ഒക്കെ ഉണ്ട്. ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا. അല്ല, ആ ആയത്തിന് തീരോളം പറഞ്ഞത് ആരെയായിരുന്നു? വലീദിനെ പറ്റിയാണ്, കണ്ടില്ലേ? അപ്പോൾ വഹീദായിട്ട് പടച്ചു എന്നല്ലേ? അപ്പം സമ്പൽ സമൃദ്ധിയിലും അവതാരം ചെയ്യുന്ന വിഷയത്തിൽ
ഫസാഹത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ പലതും ഏകനല്ലേ ആണ് ആ വഹീദ്, അതൊരർത്ഥം. അല്ല കാല ബഅ്ദുഹും ബൽ ഹുവൽ വഹീദ് ഫിൽ കുഫ്രി വൽ ഖബ്സി വൽ ഇനാദി. കുഫറിൻ്റെ വിഷയത്തിലാവട്ടെ, തമ്മാടിത്തത്തിൻ്റെ വിഷയത്തിലാവട്ടെ, സത്യത്തിന് അംഗീകരിക്കാത്ത വിഷയത്തിലാവട്ടെ അയാൾ ഒരു ഇസ്തുല്യനായ വ്യക്തിയായിരുന്നു എന്നാണ് വഹീദിന് മറ്റൊരു വായന. മറ്റേതെല്ലാം ഉണ്ടായിക്കോട്ടെ. എന്ത് വിഷയത്തിൽ? ഇന്നഹു റമൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചത് ബിസ്സിഹിരി, തങ്ങൾ സിഹർ ചെയ്യുന്ന ആളാണെന്നാണ്. അതോടൊപ്പം സിഹറിനെ പറ്റി ചോദിച്ചാൽ മുത്തനബി സിഹർ ചെയ്യുന്ന ആളല്ല, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല എന്ന് സ്വന്തമായിട്ട് പറയും ചെയ്യും. ആളടി കൂടുമ്പോൾ എന്ത് പറഞ്ഞു? സാഹിറാണ്. രണ്ട് മുഖം. തങ്ങൾ സാഹിറാണെന്ന് പറയുന്ന കൂട്ടത്തിൻ്റെ അയാൾ കൂടും. അതിൻ്റെ യഥാർത്ഥത്തിൽ സിഹറുണ്ടോ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് സിഹറൊന്നല്ല, അതാണ് വല്ലാത്തൊരു വ്യക്തിത്വം കണ്ടോ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറുമായി വളരെ അകന്നവരാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ലാകിന്നഹു ലഅനഹുല്ലാഹ്, അയാൾ ലമ്മാ ലാഖത്ത് അലൈഹിൽ മദാഹിബു, തങ്ങളെ പറ്റി എന്ത് ആക്ഷേപമാണ് പറയേണ്ടതെന്ന് എന്ത് ഡിക്ഷണറി പരിചയത്തേക്കാൾ തങ്ങൾക്ക് അവിടെ വരില്ല. ഡിക്ഷണറിയിൽ ആക്ഷേപസ്വരങ്ങളാകുന്ന ഭാഷയിലുണ്ടാകുമല്ലോ. ഇയാൾ വലിയ ഫസാഹത്തിൻ്റെ ആളല്ലേ. അപ്പം എന്തെല്ലാം ആക്ഷേപസ്വരങ്ങൾ കലിമത്ത് തങ്ങൾക്ക് പറയുക ഒന്നും പരിധിച്ച് കിട്ടുന്നില്ല. എന്നാ അവസാനം എന്താക്കുക? എന്നാ പിന്നെ ഗതികെട്ടപ്പോൾ സാഹിർ എന്ന് പറഞ്ഞേക്കാം. അത് മറ്റുള്ള ആളെ ഏറ്റുപാടുകയും ചെയ്യും. സംഗതി തിരിഞ്ഞ അപ്പം ലമ്മാ ലാഖത്ത് അലൈഹിൽ മദാഹിബു എന്ന് പറഞ്ഞാൽ തങ്ങളെ ആക്ഷേപിക്കാനുള്ള പദപ്രയോഗത്തിൻ്റെ വിഷയത്തിൽ എല്ലാം അതിൽ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അവിടെ ഒപ്പുന്നില്ല, കളവയ്ക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നഹു അഖറബുൽ ഖൗലി ഫീഹി, ഏറ്റവും ചുരുക്കത്തിൽ പറയാനുള്ള വാക്ക് ഇതിനെ തംഫീർ അലിന്നാസ് എന്ന് തങ്ങളെ തൊട്ടിട്ട് ജനങ്ങളെ മാറ്റി നിർത്താൻ പ്രയോഗിക്കാവുന്ന പരമാവധി വാക്കെന്താണ്? സാഹിർ എന്ന് പറയലാണ്. ഓ തബിഅഹു അലാ ദാലിക ഖൗലുഹു ഖൗമുഹു, ഖൗം എന്താക്കി അത് ഏറ്റു പറഞ്ഞു. അതന്നെ ബഅദ തശാവരി ഫീമാ യർമൂനഹു ബിഹി, ഇവരും യോഗം ചേർന്നിരുന്നു തങ്ങളെപ്പറ്റി എന്ത് പറയണം, സാഹിർ എന്നാ പറയേണ്ടത്, കദ്ദാബ് എന്നാ പറയാം, മജ്നൂൻ എന്നാ എന്താ പറയേണ്ടതെന്ന് എല്ലാം യോഗനെ തീരുമാനിച്ചപ്പോൾ ഒന്നും തങ്ങളിൽ പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്ത് സാഹിറാണെന്ന് പറയാന്ന് ഇയാൾ ഗതിമുട്ടിയപ്പം പറഞ്ഞത് ജനങ്ങൾ ഏറ്റുപോയി. ശരിക്കും മനസ്സിലാക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയില്ല വേണ്ടത്. മക്കത്ത് ജനിച്ച് മദീന ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ പൂർത്തിയാവില്ല. അതാ ഇത് എപ്പോഴായി പറഞ്ഞത് ഗതിമുട്ടിയത്? അതാ ഫഇൻദ ഇബ്നു ഇസ്ഹാഖ വൽ ഹാക്കിം വൽ ബൈഹഖി റളിയല്ലാഹു അൻഹും ബിസ്നാദിൻ ജയ്യിദിൻ, ഒന്നേ സനദ് തന്നെ ഹദീസിൻ്റെ അന്നഹു ഇജ്തമഅ ഫീ ബഅദിൽ മവാസിമി ഇലൽ വലീദ്, വലീദിനെ കാണാൻ വേണ്ടി എന്താക്കി കുറച്ചാൾ വന്നു. നഫറ മിൻ ഖുറൈശ്, ഖുറൈശികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം അതിലേക്ക് വന്ന് വലീദിലേക്ക്. വക്കാന ദാസെന്നും ഫീഹിം, ഇയാൾ വലിയ വയസ്സന വലീദിനെ. ഫഖാല ലഹും, അപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, യാ മാശറ ഖുറൈശ് ഖദ് ഹദറത്തും ഹാദൽ മൗസിമ, ഈ മൗസിമിൽ നിങ്ങളുടെ എത്തിച്ചേർന്നു അല്ലേ. ആ വഇന്ന വഫൂദൽ അറബി സതഖ്ദുമു അലൈക്കും, ഇനി അറബി നാട്ടിൽ നിന്നുള്ള ഒരുപാട് സംഘങ്ങൾ ഇനി വരാനുണ്ട്. എന്നിട്ട് വേണം ആ പെരുന്നാളെ പിടിച്ചിട്ട് എന്താക്കണം, നിങ്ങൾ ചാക്കിട്ട് പിടിച്ചിട്ട് മുഹമ്മദിനെ പറ്റി ആക്ഷേപം പറയണം ഏൽപ്പിച്ച്. അതുപോലെ പണ്ട് അബുദാബിയിൽ പാർട്ടിക്കാർ വന്നപ്പോഴല്ല, ഈ സംഘടനക്കാർ ആരാണോ എയർപോർട്ടിൽ ഇറങ്ങുന്ന അവിടെ ഉടനെ കാണാൻ പോയി, ഏത് ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന വെച്ചാൽ അവിടെ കാണാൻ പോയി, എന്നിട്ടും വന്നു. ശരി. ആ ഇവിടെ സുന്നത്ത് മാറ്റുന്നതിലും പറഞ്ഞിട്ടെന്തെങ്കിലും പരിപാടിയിലും കാണും. അത് നിച്ച മുജാഹിദും സിയാണ്. നിങ്ങൾ അതിൽ പെട്ടുപോലെ, നിങ്ങൾക്ക് ഇവിടെ പരിചയമില്ലാത്ത സ്ഥലം പെട്ടുപോലെ എന്ന് പറയാം. എയർപോർട്ടിൽ അവിടെ കാത്തുന്നുണ്ട്. ആരെപ്പറ്റി? ആനക്കര സ്ഥലം പറ്റി. കക്കടിപ്പുറത്തെ പുതിയ ആനക്കര എന്താണ് സംഘടനയിൽ നിന്ന് കൂടാണ്ട് സ്വതന്ത്രമായിട്ട് മൂപ്പറെന്താക്കി നിൽക്കുക, ഹെൽപ്പ് ചെയ്യും, ഹജ്ജിന് പോക്കും. ആരെയും ആക്ഷേപിക്കേണ്ട, ആരിലും കൂടിയും വേണ്ട, അനുകൂലിക്കും വേണ്ട, പ്രതികരിക്കും വേണ്ട. നമുക്ക് സ്വതന്ത്രമാക്കാൻ എന്താക്കി ഒരു ബൈലോ ഉണ്ടാക്കിയിട്ട് ഒപ്പിടിച്ച് ആളുകളെ വന്നോ സ്വീകരിക്കാൻ പോകുന്നത് പോകാം, പോകുന്നില്ലേ പോണ്ട. ഇത് സ്വതന്ത്രമായൊരു പരിപാടി, ആരുടെ പാർട്ടിൻ്റെ അടിസ്ഥാനത്തിലില്ല. അതാക്കിയ വകയിൽ
അപ്പാർട്ടിക്കും ചില ന്യൂനത കിട്ടുന്നുണ്ട്, ഈ പാർട്ടിക്ക് എന്താകും ന്യൂനത വെക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പുതുതായി വരുന്ന ആൾ അറിയാണ്ട് ആനക്കരക്ക് സലാം ചെല്ലുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ പാടില്ല എന്ന് പറയാൻ എയർപോർട്ടിൽ കാത്തിക്കുന്നുണ്ട്. എൻ്റെ അടുത്തും വന്നത് ഇവിടെ ചങ്ങായി ഉണ്ട്, നാ പെട്ടുപോലെ നിങ്ങൾ സൂക്ഷിക്കണേ. അപ്പോൾ എന്താന്ന് ഓർക്ക് സംഘടന തീരുമാനിച്ചതാണ്. ഓർക്ക് എന്തൊക്കെ തെറ്റുണ്ടാ? അതൊന്നുമില്ല, സംഘടന തീരുമാനങ്ങളാണ്. തെറ്റുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒഴിഞ്ഞിരിക്കണമല്ല. നിങ്ങൾ തൊട്ടും ചിലപ്പോൾ ചൊണ്ടി വരും ഇല്ലേ? ശരയ്യ കാരണം വല്ലതുണ്ടാ? അതില്ല, ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ച്, ഈ ഒരു ഗ്ലാസ് ചായ അല്ലേ, ഇത് അല്ലാഹു തആല കുടിക്കാൻ അനുവദിച്ചിരിക്കുന്നു. കാരണം ഇത് പിടിച്ചു പറിച്ചതല്ല, വിഷം കലർന്നിട്ടില്ല, നജാസത്ത് ചേർന്നിട്ടില്ല, ആരെ ഹക്കും അതിന് ബന്ധപ്പെട്ടിട്ടില്ല. എന്നെ അനക്കെന്താക്കാം, കുടിക്കാമെന്ന് ശറഅ് പറയുന്നു. ഒരാൾ പറയുന്നത് അരുത് അരുത്, തൊട്ടക്കല്ല കുടിച്ചക്കല്ല. ഞാൻ ആരെ വാക്കെടുക്കണമെന്ന് ചോദിച്ചു. ശറ എടുക്കണം. അപ്പോൾ ശറ എടുത്തിട്ട് ഞാൻ എന്താക്കും, ആനക്കന്നോട് കൂടും, സലാം ചൊല്ലും, എല്ലാ ബന്ധങ്ങളും പുലർത്തും. എന്നാൽ പിന്നെ നിങ്ങൾ ഗൾഫിൽ വന്നതിൻ്റെ ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയാവാതെ മടങ്ങേണ്ടി വരും. നമ്മളെ വക്കൽ നിന്നൊന്നും കിട്ടൂല, കിട്ടുന്നതിന് അവൻ തടയുകയും ചെയ്യും. അൽഹംദുലില്ലാ, സ്വന്തം പാസ്പോർട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് റക്കമായി അടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആർക്ക് തിരിച്ചുപോയി കൊടുക്കാനില്ല, വന്നിട്ട് തരാമെന്ന് പറയില്ല. പിന്നെ നിങ്ങളെ കണ്ടിട്ട് എൻ്റെ ഉമ്മ പ്രസവിച്ചിട്ടുമില്ല. അഥവാ നിങ്ങളെ വാക്കിൽ നിന്ന് അബദ്ധമായിട്ട് അവൻ തന്നു പോയെങ്കിൽ എന്താക്കാം, കണക്ക് കൊണ്ട് തിരിച്ചു വാങ്ങിക്കുന്നു. ഇങ്ങനത്തെ ആളെ എന്താക്കേണ്ടി കൂട്ടുകൂട്ടാൻ പറ്റുമോ? എന്നല്ലോടി സംഭവിച്ചത്, കാരണം പറയുന്നില്ല. അതേ പരിപാടിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളിപ്പോൾ ഏതായാലും എത്തി, ഇനി ഓരോരുത്തർ കൂട്ടം കൂട്ടമായി എന്താക്കും, ഹജ്ജിന് മെമ്പറൊക്കെ വരും. അവരെല്ലാം എന്താക്കണം, നിങ്ങൾ ചാക്കിട്ട് പിടിക്കണം. വക്കത് സമയം അമ്രി സാഹിബിക്കും, ഇവിടെ ഒരു സാഹിബുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളോടാ മറ്റേ അന്വേഷിക്കാൻ വന്നാൽ എന്ത് പറയണം? ഒറ്റ അഭിപ്രായം പറയാൻ പാടുള്ളൂ. എന്താ വല തഖ്തലിഫു, അതിൽ വ്യത്യാസം വരാൻ പാടില്ല. എന്താക്കും ഫയക്കും അപ്പം എന്താക്കും, പരസ്പര വൈരുദ്ധ്യമായ കലാമാവും ആളുമൊക്കെ കേട്ടുന്നത്. ഒറ്റ അഭിപ്രായം. അപ്പം ഇജ്മാഅ് കൊണ്ട് എന്താക്കി ഇയാൾ തെറ്റ് സുബൂത്തായി എന്ന് അയാൾ പറയുന്നു. കുറേ ആൾ കൂട്ടമായി പറഞ്ഞ ഇജ്മാഅ് ആകുമെന്ന് ഇയാൾ ഭരിച്ചിട്ടുണ്ട്. ഫർഖി ഫിഖ്ഹിൽ പറഞ്ഞ ഇജ്മാഅ് ഏതാ? കാലോ, അപ്പം ഇവർ കേട്ട് ഫാൻ താക്കിം ലനാ റഅയൻ, അപ്പം നമ്മളെന്താ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഒന്നെന്താണ് നക്കൂലി കാല ബൽ അൻതും, അല്ല നിങ്ങൾ ആദ്യം പറ, എന്തെല്ലാം പറഞ്ഞു, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും. ഫഖൂലു, നിങ്ങൾ പറ, അസ്മ, ഞാൻ കേൾക്കാം. കാലു, ഒന്നാമതാൾ പറഞ്ഞു, യഖൂലു കാഹിൻ, കാഹിനാണ് എന്ന് പറഞ്ഞു. ജിന്നിനെ സേവിച്ചിട്ട് ജിന്നെന്താക്കും, ജിന്നിന് പെടുന്ന എല്ലാ ആരാധനകളും അതിന് കൊടുപ്പെടുക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ജിന്ന് നന്ദി പ്രകടിപ്പിച്ചു കൊണ്ടെന്താക്കും, പല വൈക്കും ചുറ്റി പറഞ്ഞിട്ട് കളവും കളയില്ലാത്ത എല്ലാം പറഞ്ഞു കൊടുക്കും, പാത്രങ്ങൾ കൊണ്ട് തരും. അതാണ്. അപ്പോൾ കാഹിന്ന് കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞ കാല, അത് ശരിയാവില്ല, വല്ലാഹി മാഹു അബി കാഹിൻ, മുഹമ്മദ് കാഹിനല്ല. എന്തുകൊണ്ട്? കഹാനത്ത് എന്താണെന്ന് എനിക്കറിയുന്നോളം. ബൽ ലഖദ് റഅയ്തു കുഹാന, കാഹിനീങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫീമാഹു ബി സംസമത്തിൽ കാഹിൻ, കാഹിൻ പറയുന്ന സംസാര ശൈലിയുണ്ട്. ഇന്നതൊക്കെ പറയാം. അവർക്കൊരു പ്രാസൊപ്പിച്ച ചില വാക്കെല്ലാം ഉണ്ടാവും, ഇതിൻ്റെ അകലെല്ലാം കാണാപ്പാടാക്കണ്ടേ, നോക്കി വായിച്ചാൽ ശരിയാവില്ല. വല ബി സജ, പ്രാസൊപ്പിച്ച കലാമും അല്ലത്. അതുകൊണ്ട് കാഹിൻ എന്ന് പറഞ്ഞത് എന്തല്ല, തങ്ങൾക്ക് സൂട്ടാവൂല എന്ന് ഇയാൾ തിരുത്തി. അപ്പം രണ്ട് കാലു പലക്കൊല്ലം, പിന്നെ എന്താ നമ്മൾ പറയണ്ടിപ്പാ, മജ്നൂൻ എന്ന് നമ്മൾ പറയാം. കാലിയാൾ പറയുന്നു വല്ലാഹി മാഹു അബി മജ്നൂൻ, മജ്നൂനല്ല. എന്തുകൊണ്ട്? മജ്നൂനിൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം എനിക്കറിയാം. ലഖദ് റഅയ്നൽ മജ്നൂന, മജ്നൂൻ ആരാണെന്ന് എനിക്കറിയാം. വറഫ്നാഹു, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫമാഹു ബി ഖനഖിഹി വല വസ്വസതിഹി, ഈ മജ്നൂനിനുണ്ടാകുന്ന ഇതല്ലോ വേണ്ടാത്ത തോന്നലുകളും പറച്ചിലും ഉണ്ടാവുമല്ലോ, പരസ്പര വൈരുദ്ധ്യമായ യാഥാർത്ഥ്യമില്ലാത്തത്, അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് രണ്ടാമത്തെ അഭിപ്രായം ഇയാൾ തള്ളി. കേൾക്കണേ, ശ്രദ്ധിക്കണം.
ഖാലൂ വന്നാ പിന്നെ മൂന്നാമത് പറയാം ഷാഇറുൻ, ഒരു പാട്ടുകാരനാണെന്ന് പറയാം. ഖാല, ഇയാൾ പറയുന്നു മാഹു ബിഷാഇരിൻ, അയാൾ പാട്ടുകാരനല്ല. കാരണം ഞാൻ പറയുന്ന വചനം പാട്ടിൻ്റെ വചനൊന്നും ഒത്തിട്ടില്ല എന്ന് പറയും. പാട്ടിനെന്തുണ്ട്? ഒരു വചനി. അതിനറിയപ്പെടുന്ന അറബി ഷായറാണെങ്കിൽ തന്നെ 10-16 എന്തുണ്ട് വചനങ്ങളുണ്ട്. അതിന് പുറമെ നമ്മളെ മാപ്പിളപ്പാട്ടിനും മറ്റും ഒപ്പിച്ച് വേറെ വചനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പാടുന്ന മാപ്പിളപ്പാട്ടില്ലേപ്പാ, അതിന് വചനം പറയാൻ കഴിയില്ല. നമ്മളെ പാട്ടാണ് അതിൻ്റെ വചനം. ആ പാട്ടന്നെ അതാണ് മമ്പർത്ത തങ്ങളിപ്പാപ്പാനെ പറ്റിയിട്ട് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയതാന്ന് ബഹുമാനപ്പെട്ട ബാബൂസിലേർ. ഞാമൻ എന്താണ് ദപ്പിന് 30 പാട്ടുണ്ടാക്കിനി. യാമൻ ഹദമ ഹിമത്തുയാനി യാ സയ്യിദനൽ മംബുറമി ഐനൽ അയാനി നർജു ബറകാതിക യാ ബിഗയതനാ യാ ഖുതുബ സമാനി. അറബി പാട്ടിൻ്റെ മുഴുവൻ വചനെടുത്താൽ ഈ എസിൽ അതിലുണ്ടാവില്ല. ഇനി ഇതിനൊപ്പിച്ചിട്ടുണ്ടാക്കാൻ വേറെ പാട്ടുണ്ടാക്കാന്നല്ലാണ്ട് ഇതിന് വചനാണ്. അതിനെന്താക്കണം? ദപ്പിൻ്റെ എസൽ എന്താക്കണം? നെർജു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കണം. ദപ്പിൻ്റെ ഉള്ളിലാമട്ടെ ഇങ്ങനെ ഭാര്യയുണ്ട്. അതിനൊക്കെ തുള്ളുണ്ട്. മമ്പർത്ത മക്കാമിൻ്റെ ആണെന്ന് മൂപ്പർ അധ്യക്ഷം വഹിച്ചിട്ടുണ്ടെങ്കിൽ എത്തിയങ്കാലം കുട്ടികളോട് പാട്ട് പഠിച്ച് മണിക്കൂറുകളോളം മനുഷ്യനെ കോരി തെരിപ്പിച്ചിട്ട് എത്തിയുമ്പോൾ കുറേ പൈസയും കിട്ടി. പക്ഷെ അത് അറബി ഷെയറിലേക്ക് ഏത് വചനം എന്ന് പറഞ്ഞിട്ട് ബഹറ് എന്താണ് തവീല് കസീർ എന്തെല്ലാം പറഞ്ഞിട്ട് പല ശൈലികളുണ്ടാവും. അതിൻ്റെ ശൈലി എന്താണ്? റജസ് അല്ലേ? റജത്തിൻ്റെ ശൈലി എന്താന്ന്? യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ റജസ് ശൈലി എന്ന് പറയുന്നു. അതധികം അത് എളുപ്പമാണ്. തടവൻ്റെ പാട്ട് റജസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തടവൻ്റെ പാട്ട് പാടിയൊക്കെ മലയാളപ്പാട്ട് രജത എഷല്ലാണ് അവരുണ്ടാക്കി. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു എഷൽ എന്താണ്? മറ്റേ നമ്മൾ ബുർദക്ക് എന്താണ്? മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ അല്ലേ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. അപ്പം മുസ്തഫ്ഇലും ഫഅയിലും എന്ന് പറയുമ്പോൾ മുസ്തഫ്ഇൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് ഹറക്കത്ത് വേണം അല്ലേ? രണ്ടാമത്തെ ഹറക്കത്തിന് സുഖവും വേണം. അപ്പം ബൗ മൗലായൻ്റെ അടുത്ത് നോക്ക്. അതിന് മുസ്തഫ്ഇൽ മൂന്നാമത്തെ അക്ഷരത്തിന് എന്താ വേണ്ടത്? ഫത്ഹ് വേണം. അതായത് ഹറക്കത്ത് വേണം. ഫത്ഹ് നടക്കില്ല. അപ്പം ലാഖ് ഫത്ഹ് ആണ്. ഇങ്ങനെ വചനപ്പിച്ചുണ്ടാക്കണ്ടേ? മുസ്തഫ്ഇലും ഫഅയിലുൻ മുസ്തഫ്ഇലും ഫഅയിലുൻ എന്നുള്ള ഫിലം മൗലായ സ്വല്ലി വസല്ലം തന്നെ അക്ഷരം ഓരോ അക്ഷരം എഴുതി നോക്കിയിട്ട് ഈ മുസ്തഫിലും ഫഅയിലിൻ്റെ വസനം ഒപ്പിച്ചിട്ട് ഹറക്കത്ത് സാക്കിന് ഇങ്ങനെ തർത്തീബായിട്ട് വന്നിട്ടുണ്ടാവും. എവിടെയാണോ തെറ്റ് അന്നേരം കൊടുക്കും. സലാവാത്തിൻ്റെ സ്ഥലം എന്താ? ഫഅയിലാത്തുൻ 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 എന്ന മുദ്രയാണ്. അങ്ങനെ കുറേ വസനുകളുണ്ട്. ആ വസനൊന്നിലൊക്കെ ഞാൻ പാട്ടല്ലാത്തോട് തള്ളു. അപ്പം തങ്ങൾ കൊണ്ടുവരുന്നത് പദ്യത്തിനോട് ഒക്കുന്നില്ല എന്നാ പറഞ്ഞു വെച്ചു. ഷായിറും അല്ല, ഷായിർ പഠിച്ചിട്ടില്ല. അപ്പം അതും തള്ളു. അതാണ് ലഖദ് അറഫ്ന ഷിഅറ, പദ്യം എന്താണെന്ന് എനിക്കറിയാം. കുല്ലഹു മുഴുവനും. ആ കുല്ലിൻ്റെ എന്താണ് ബദലാന്ന്? റജസഹു വഹസജഹു വഖലീലഹു വമഖ്മൂലഹു വമബ്സൂതഹു. ഓരോ എസലിൻ്റെ ശൈലികളെ പറ്റി പേരാന്ന് കബലുണ്ടാവും. മറ്റേ സലാത്തും തസ്ലീമുൻ ഫഊലും മഫാഇലുൻ ഫഊലും മഫാഇലുന്നെ വായിക്കാൻ പാടില്ല. അവിടെ കിട്ടാൻ പാടില്ല. ഫഊലുൻ മഫാഇലുൻ എന്നിട്ട് ഫഊലുൻ. ഇനി അത് തന്നെ ആവർത്തിക്കുമ്പോൾ മഫാഇലു എന്ന് വായിക്കാം. മഫാഇലുൻ എന്നാക്കണം. അവിടെ യാ കളയണം. യാ കളഞ്ഞാൽ എന്തായാലും വെയിറ്റ് വെക്കൂ. യാ കളയില്ലാണ്ട് പറയല് അത്ത കൊടുക്കുമ്പോൾ ഒന്ന് കളഞ്ഞിട്ട് അധികം ഇല്ലാതെ പുറത്താക്കല്. അതിനാണ് കബുദ് എന്ന് പറയല്.
ബഹ്റു തവീൽ അതല്ലേ മറ്റേ റായത്തിൽ പറഞ്ഞേ എന്താണ് കബന്ന് കണ്ടിട്ട് കബന്ന് പദ്യത്തിന് കുഴപ്പാന്ന് ഇവിടെ അക്ഷരം പോയിട്ടുണ്ടെന്ന് പറയണ്ട ഫിത്തത്തവീലി മിന്നാലമിൽ എന്നുവെച്ചാലോ ചില ശൈഖന്മാരിലും മറ്റൊക്കെ ഉണ്ടാകുന്ന ചില ബലഹീനതകൾ എന്താക്കും അത് മോശമാണെന്ന് പറയണ്ടെന്ന് വരുത്താനാണ് ഈ ബഹ്റു തത്വീൽ എന്ന പദ്യത്തിൽ ഈ യാ കളഞ്ഞതുപോലെ യാ ബോധപൂർവം കളഞ്ഞു തന്നെയാണല്ലോ ഉദാഹരണം എടുത്തു വെച്ചത്. അതിനാണ് ശൈഖന്മാർ ചെയ്യുന്നത്. ഹിക്കമി പറഞ്ഞിട്ടുണ്ട്, രാജാവിൻ്റെ അടുക്കൽ ഭയങ്കരമായ ശുഹറത്ത് വന്ന് രാജാവും പരിവാരങ്ങളുണ്ടാക്കി ഔലിയാനെ കാണാൻ വന്നു, സുഹൂദിൽ അറിയപ്പെട്ടാണ്. അപ്പം അവരടുക്കൽ ജാഹും പോലീസയും വന്നൊക്കെണ്ടാക്കി മൂപ്പറുണ്ടാക്കി പല അൻവായകളും കൊണ്ടുപോയി തിന്നായിരുന്നു. തിന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്നെടുക്കുന്ന ചമക്കാൻ നേരിൽ അയച്ചു കൊടുക്കലല്ലേ രാജാവ് ദുരന്തം. ഈ പഹ തീറ്റപ്പിരാന്തനാപ്പാ ഇയാളെ കാണാൻ വേണ്ടി വന്നേ പോ മടങ്ങിപ്പോയി. അൽഹംദുലില്ലാഹ് പോയി കിട്ടിയല്ലാന്ന്. അപ്പം എന്താക്കും, നമുക്ക് മോശമായി തോന്നുന്ന ചില കാര്യം എന്താക്കും ചില ഔലിയാക്കന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കതിന് ഒരു കറലുണ്ട്. കുപ്പായം കട്ടയെപ്പറ്റി പറഞ്ഞില്ലേ അതെന്താക്കിയെന്നറിയോ, ഈ ഫഊലും മഫാഈലുൻ എന്ന വസനിൽ നിന്ന് മഫാഈലുൻ അവർ യാ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തെ കുറ്റപ്പെടുത്തലാന്ന് ഇവിടെ ജനങ്ങൾ പറയാം. അല്ല ആയത്തിൽ പോയാൽ നിങ്ങൾ അറിഞ്ഞും കൊണ്ട് കളഞ്ഞതിൻ്റെയാന്ന് അല്ലെ വെയ്ത്തൊക്കൂല. അപ്പൊ അറിഞ്ഞും കൊണ്ട് ഫ്രൂട്ട്സ് തിന്നതാണ്. ഈ സൂഫിയാക്കളെ കലാമിനി വലിയ തക്കായിക്കുണ്ടാക്കി കണ്ടെടുത്തല്ല പണിയെത്തുള്ളൂ. സാഹിറുമല്ല. എന്നാ പിന്നെന്താ വരണ്ട്, കാലു സാഹിറുൻ എന്ന് പറഞ്ഞപ്പോൾ കാല അയാൾ പറഞ്ഞ് മാഹു ബി സാഹിർ, അയാൾ സിഹിറല്ല. അതാണ് ഏത് പറഞ്ഞു മൈത്രാഫിഹി ബിഅന്നഹു ബരീഉം മിന സിഹിർ അല്ലേ. ലഖദ് റഅയ്ന സഹറത വ സിഹ്റഹു, സാഹചര്യങ്ങളെയും കണ്ടിട്ടുണ്ട്, സിഹിറിൻ്റെ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഫമാഹു ബി നഫസിഹി വല അഖദിഹി, ഓറ മന്ത്രവാദവും അല്ല ഓരോടുന്ന് കെട്ടുകളും അല്ല. അന്നത് ആവശ്യത്തിനൊപ്പിച്ചിട്ട് എന്താക്കും അറിയോ, ചില പ്രവർത്തനങ്ങൾ നെക്സ്റ്റുണ്ടാക്കും. അതിനാണ് മന്ത്രവാദം നടത്തില്ല. ഇവർ സങ്കല്പിക്കുന്ന ഒന്നുണ്ടല്ലോ അതിനുപയോഗിച്ചു കൊണ്ടിട്ടു. കണ്ണൂരിലൊരു പ്രഗത്ഭനായ ഒരു വൈദ്യനുണ്ടായിരുന്നു. മുമ്പ് നല്ല ശേഖന്മാരെ റിയാദെല്ലാം പിടിയ ഒരു അസ്മായിൻ്റെ ആൾ വന്നു. ഞാനും അസീസുകളൊക്കെ ഉള്ളപ്പോൾ എന്തോ സംസാരിച്ച് കൊടുത്ത് പറഞ്ഞ് ഒരു പെണ്ണുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല. അല്ല ഞാനൊരു മിസാൽ പറഞ്ഞാൽ എന്നിട്ടോ മൂപ്പറ ചികിത്സക്കെത്തി എല്ലാം മരുന്നെല്ലാം പയറ്റിയിട്ടും മൂത്രം പോകുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ കീറും മുറിക്കലൊന്നുമില്ല. മൂപ്പർ എന്താക്കി പറഞ്ഞു കണ്ടുപിടിച്ച് ഇതിലെന്തോ വേറെ തടസ്സമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അബദ്ധത്തിൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ കുറ്റം സമ്മതിക്കലാണ് നല്ലത്. അതുകൊണ്ട് ഞാനത് തിരിച്ചിട്ട് വിടും അങ്ങനത്തൊക്കെ തന്നെ. അപ്പോൾ ഒരാൾ ഈ പെണ്ണുങ്ങളെ ഒരു മോന് ഞാനാന്നാലും പ്രവർത്തിച്ച ആളെന്നു കാരണം ഇയാൾ അബദ്ധത്തിൽ പെടുമെന്ന് കണ്ടിട്ട് എന്തിനാ നീ പ്രവർത്തിച്ചത്, ഉപ്പ വേറൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വത്തോ അതിൽ എന്താക്കും അതിൻ്റെ ഉമ്മ കിട്ടുന്ന വീതം പോകുമല്ലോ. 4-1 കിട്ടുമ്പോൾ മക്കളുണ്ടാകുമ്പോൾ എത്ര കിട്ടലി 8-1. ഇനി 8-1 പോയിട്ട് 2 ഭാര്യ മാറണം, 16-1 മാറൂലേ. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ തകർക്കണം, ആ ഭാര്യ നിലവിലുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ചെയ്തതെന്നു. എവിടുന്നാണ് ചെയ്തത്? ഇന്ന് പോയി അമ്പലത്തിൽ കാറ് പിടിക്കുന്നു. കാറ് പിടിച്ച് അമ്പലത്തിൽ പോയി. ആ പൂജാരനെ കണ്ടു ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്, അതെൻ്റെ തൊഴിലാണ്. ഓ ശരിയാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കണം. ആയിക്കോട്ടെ, ഇത്ര പൈസ അടച്ചാൽ മതി. പൈസ അടച്ച് അതേ കാറ് കൊടുത്തിട്ട് എന്താക്കി അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഒരു മരം, ആ മരത്തിൻ്റെ അവിടെ വേര് ഇങ്ങനെ ട്രയാങ്കിളായിട്ട് പോകുന്നു. ഞങ്ങൾ കണ്ട അനുഭവം അറിയുന്നു. ഈ വേരും കൂടി ആ വേരിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആണി കയറ്റിയിട്ടുണ്ട്. ആ ആണി എന്താക്കി പിള്ളേരോട് പറിച്ചെടുത്ത്, എന്നിട്ട് അത് ഉടനെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു പാത്രം എടുത്തു. ഈ പാത്രത്തിൽ നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ പീസ്, ഇതുപോലത്തെ ഒരു കട്ട, അത് സ്ത്രീ രൂപത്തിൽ കൊത്തിയിട്ടുണ്ട്. അതിലെന്തെല്ലാം ഒതുക്കി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പെണ്ണുങ്ങളെ ഗുഹ്യസ്ഥാനത്ത് ഒരാണി തറച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താ, മൂത്രം മുട്ടിക്കലാണ് പെണ്ണുങ്ങൾക്ക് സൂറത്ത് കിടക്കണ്ട.
ഉടനെ അയാൾ എന്തെല്ലാം മന്ത്രവാദം എല്ലാക്കി പിടിച്ചിട്ട് ഞാണെങ്കിൽ പറ്റപ്പോൾ ഓക്കെ എല്ലാം ശരിയായി ഇപ്പോൾ മൊത്തം പോയിട്ടുണ്ടാവും. ശരിയായി കുറെ അനുഭവങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്താക്കൂ ഇവരെ നഫസ് അക്കത് എന്നെല്ലാം പറഞ്ഞ സാഹചര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പ്രയോഗങ്ങളുണ്ട്. ചിലപ്പോ ചിത്രം കൊണ്ടായിരിക്കും ഉണ്ടാക്കല്. ഇല്ലേ ഇപ്പൊ തമ്മിനു ഹയവാനി അതിന്റെ പാട്ടിൽ പറയൂ, ഒരു പക്ഷിനെ ഉപദ്രവ ജീവിയെ കളയിലാണെങ്കിൽ അത് പേടിച്ചോടുന്ന ചിത്രം വരക്കുക. പാമ്പ് പോയി കിട്ടണമെങ്കിൽ പേടിച്ചോടുന്ന ചിത്രം. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടലാണെങ്കിൽ നിങ്ങളൊക്കെ തേടി വരുന്ന ചിത്രം ഉണ്ടാക്കണോ, ലക്ഷ്യം വരക്കണമെന്നോ. അതിലാണ് പഠിത്തലുണ്ടാക്കില്ല. അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ മുഹമ്മദ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാവുന്നവർ. അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അവസാനം പറയാനുള്ളതെല്ലാം പറഞ്ഞ്. എന്നാ പിന്നെ കാലു ഫമാ തഖൂലു അന്ത, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാല ഇപ്പം എന്താക്കാം, നമുക്ക് അവസാനം ഗതി കിട്ടില്ലേ, സാഹിർ എന്ന് പറഞ്ഞിട്ട് മതിയാക്കാം. ഇങ്ങനെ തശ്ബീഹ് എന്താണ്, മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം കണ്ടാൽ എന്താകും, തങ്ങളെ പേഴ്സണാലിറ്റി കണ്ടാൽ ആളെ ആകർഷിക്കും. ആ സംസാരം കേട്ടാൽ ആ സംസാരത്തിൽ എന്താകും, വശീകരിക്കപ്പെടും. ആളെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. അപ്പൊ സെഹർ കൊണ്ടുണ്ടാകുന്ന ഫലസിദ്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് സാഹിറാണ് തശ്ബീഹാക്കാം. അങ്ങനെയില്ല. അപ്പൊ വജുഹുശബഹ്. അപ്പൊ ഒറിജിനൽ എന്തല്ല, സാഹിറല്ല. എന്തുകൊണ്ട്? വല്ലാഹി ഇന്ന ലിഖൗലിഹി ലഹലാവതൻ, അയാൾ പറയുന്ന വാക്കിന് വല്ലാത്ത മാധുര്യമുണ്ട്. ഇതെന്താ സാധനം? സാഹിറാണെന്ന് പറയാനുള്ള വജുഹുശബഹ്. ആ വൈന്ന അലൈന തലാവത്തൻ, അതിൽ കേട്ടാൽ ഒരു പുതുമയുണ്ട്. എത്ര കേട്ടാൽ അതിൻ്റെ പുതുമ മാറുന്നില്ല. വൈന്ന അസ്ലഹു ലഹീഖുൻ, അതിൻ്റെ അസ്ല് നോക്കിയാൽ നല്ല പൂത്ത് കൊലച്ചിട്ടുണ്ട്. വൈന്ന ഫർഅഹു ലജനാത്ത്, പിന്നെ അതിൻ്റെ ശാഖയാണെങ്കിൽ പഴം കായ്ക്കുന്ന ശാഖയാണ്. ഈ കലാമിൻ്റെ ഖുർആനിൻ്റെ മഹത്വമാണ് അയാൾ അന്ന് പറയിച്ചത്. വമാ അൻതും ബിഖായിലീന മിൻ ഹാദാ ഷൈഅൻ, ഇതാ ഇത് നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാൽ അല അരിഫു അന്നഹു ബാത്തിലൂൻ, ഞാനീ പറഞ്ഞതും ബാത്തിലാണെന്ന് എനിക്കറിയാം. സാഹിറാന്ന് അവസാനം ഗതി മുട്ടിയപ്പോൾ അത് പറഞ്ഞോളി എന്ന് പറഞ്ഞു. വഇന്ന അഖറബൽ ഖൗലി ഫീഹി, അതുകൊണ്ട് പറയാൻ പറ്റിയ ഏറ്റവും ചുരുങ്ങിയ വാക്ക് അൻത ഖൂലു സാഹിറുൻ എന്ന് പറയാം. ഇതാണ് നേരത്തെ എന്ത് പറഞ്ഞത്? ലമ്മാ ലാഖത്ത് അലൈഹിൽ മദാഹിബു, തങ്ങളെ ആക്ഷേപിക്കുവാനുള്ള എല്ലാ വഴികളും അടക്കപ്പെട്ടപ്പോൾ അഖറബുൽ ഖൗൽ എന്താണ്? സാഹിർ എന്ന് പറയലാണ്. അല്ല അല്ലാഹു ബിഖൗലി ഹുവ സിഹ്റുൻ യുഫർരിഖു ബൈനൽ മർഇ വഅബീഹി, ബാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ തെറ്റിക്കും. വബൈനൽ മർഇ വഅഖീഹി, അവൻ്റെ സുഹൃത്തിൻ്റെ ഇടയിൽ തെറ്റിക്കും. വബൈനൽ മർഇ വസൗജി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിരിച്ചളയും. അങ്ങനെ പോകുന്നു. അത് അവസാനം ഇത് പറയാം, ഫതഫറഖു അൻഹു, ഇത് കേട്ടിട്ട് എന്താക്കി? ജനങ്ങൾ മടങ്ങി. ഫജഅലൂ യജ്ലിസൂന ഫീ സുബുലിൻ നാസി, ജനങ്ങൾ കടന്നു വരുന്ന എല്ലാ വഴികളിലും ഇവർ പോയിരിക്കും. ഹീന ഖദിമുൽ മൗസം, ആ സീസൺ സമയത്ത് മക്കത്തേക്ക് വരുമ്പോൾ ലാ യമുറു ബിഹിം അഹദുൻ ഇല്ലാ ഹദ്ദറുഹു ഇയ്യാഹു, ആരെ കടന്നു പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി അടുത്തു പോലെ എന്ന് പണ്ട് എയർപോർട്ടിൽ കുത്തിയിരുന്ന മതിരി. വദകറൂ ലഹും അംറഹു, അങ്ങനെ തങ്ങളുടെ കാര്യത്തിൽ അവർ പറഞ്ഞു. ഫസദറത്തിൽ അറബ് മിൻ ദാലിക്കൽ മൗസിമി, അപ്പോൾ അറബികൾ ആദ്യം പോയിട്ട് തിരിച്ചു വന്നല്ല. തതഹദ്ദസു ബിഅംദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ പറ്റി എന്താകും പോയക്കി പറയും. അതെന്താക്കി നേരെ തിരിച്ചടിയെ. കാരണം അങ്ങനെ ഒരാളുണ്ടാ നമുക്ക് കാണാൻ പോകണം. അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ്, അപ്പൊ ആ വാക്കിന് എന്താക്കി പത്തായം പരിശോധിക്കണമെന്നായി. രക്ഷപ്പെടാനുള്ള വാക്ക് ഇവർ പറഞ്ഞത്. നാട് മുഴുവൻ എന്തായി? തങ്ങളെ വിഷയം പരസ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ ഇത്രയും ജനങ്ങൾ പറയുന്ന ഒരാൾ ഇടുണ്ടല്ലോ, എന്നാ അതാണ് കാണാൻ പോകണം. അതെ, ഉണ്ടാതിരുന്നാല് ആള് അറിയപ്പെടൂലല്ലോ. ആ അപ്പൊ ഫന്തശറ ദിക്റുഹു ഫീ ബിലാദിൽ അർബി കുല്ലിഹ, അറബി നാടിന് മുഴുവനും തങ്ങൾക്ക് പ്രശസ്തി. നാട്ടിലല്ല, ബൽ ഫീ ജമീഇൽ ആഫാഖ്. വങ്കലബ മക്റുഹും അലൈഹിം, അവർ ചതിക്കാൻ വേണ്ടി പരിപാടി ഓർ തന്നെ കുടുങ്ങി.
ഉർവശി ഷാബ് ഉപകാരമായി എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പം ചില മാർക്കറ്റിംഗ് കമ്പനീസ് നെഗറ്റീവ് അഡ്വർടൈസ്മെന്റ് കൊണ്ട് അതിനെ വിപരീതം പറഞ്ഞിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യും. അതെ, അന്നേരം സാധനം പ്രചരിക്കും. അവിടെ നമ്മളിപ്പോൾ പറയല്ലേ, ഇന്ന വഹാബി ഇന്നോലെ ഇന്ന പുസ്തകത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. എന്ന് പറയുമ്പോൾ കുറേ ഉപദേശങ്ങളാണ്, ആളെ പേരെടുത്ത് പറയാൻ പാടില്ല. മതമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പറഞ്ഞു. കൊത്തുബി തങ്ങൾ കഥാവക്കഥ, പാങ്ങിലാമട്ടി വസ്ലാർ കഥാവക്കഥ, മതം പറഞ്ഞു. ഇന്ന പുസ്തകത്തിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താകും, അതിനോട് ആശയക്കുറനാണ് പുസ്തകം വാങ്ങാൻ വേണ്ടി ഷാപ്പിൽ കയറി ഇറങ്ങും. അപ്പോൾ പ്രചരിക്കാൻ കാരണമാകും. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞാൽ കുറേ ഉപദേശങ്ങൾ ബാലിൻ്റെ ശൈലി. അങ്ങനെ ഒരിക്കലും ഞാൻ തുറന്ന് പറയാത്തതുകൊണ്ട് സദസ്സിൽ നിന്ന് ഒരാൾ എണീച്ചിട്ട് പറഞ്ഞ് അത് തുറന്ന് കാട്ടണം, നിങ്ങൾ എന്തൊരു ഒളിച്ചു കളിയും, അതങ്ങനെ പറയുള്ളൂ എന്ന്. ഞാനും നേതൃത്വത്തിൻ്റെ കീഴിലാണ് പറയുന്നത്. ഇല്ല, തുറന്ന് കാട്ടണം. ആചാറെ ഈ സദസ്സിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എണീച്ച് പോയി സീറ്റ് ഖാലിയാക്കുന്നു. ഒരാൾക്ക് വേറെ പുറത്താക്കി ഒരാൾക്ക് ഇരിക്കാനുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എണീച്ച് പോയിക്കോ. അപ്പം അങ്ങനെ ഒന്നുണ്ട് നെഗറ്റീവ്. ഇതിപ്പോൾ എന്താക്കി, ഇവർ തങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താക്കി, പ്രചരിപ്പിക്കാനായി മാറി. ഹത്താക്കാനമിൻ ഇസ്ലാമിൽ അൻസാർ, അങ്ങനെയാണ് അൻസാരിമാരെ ഇസ്ലാമിലേക്ക് വരുന്നത്, മദീനത്തേക്ക് അറിഞ്ഞു. അതുപോലെ അമ്രുൽ ഹിജറ, അതിനെ തുടർന്നുണ്ടായി ഹിജറ വരാനും കാരണമായില്ലേ. മാക്കാന വഖദിമ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നജ്റാൻ, അപ്പം നജ്റാനിൽ നിന്ന് കുറേ 20 ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. തങ്ങൾക്ക് കിട്ടിയ പ്രചരണമാണ്. ഫഅസ്ലമു, അവരെല്ലാവരും ഇസ്ലാമായിട്ടുണ്ട്. ഫബലഗ അബൂജഹൽ, അബൂജഹലിന് വിവരം കിട്ടിയപ്പോൾ ഫസബ്ബഹും, ഇവരൊക്കെ എന്താക്കി ചീത്ത പറഞ്ഞു. ഫഖാലു, അവർ പറഞ്ഞ് നിന്റെ ചീത്ത വാക്കിന് നമ്മളത് വേറെ ചീത്ത വാക്കില്ല. അതായത് നിന്റെ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ നമ്മൾ തയ്യാറില്ല, നീ നിന്റെ പണി എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ആ കലഹം തീരുവോ. അപ്പം പറഞ്ഞു ഫഖാലു ലഹു സലാമുൻ അലൈക്കും, എന്നുവെച്ചാൽ നമ്മുടെ ആശീർവാദത്തിൻ്റെ സലാമല്ല, സലാം അതിനോട് സലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഞാൻ ആ പരിപാടിയോട് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നല്ലാണ്ട് അസ്സലാം അലൈക്കും പറഞ്ഞ, അതെ കാലു സലാമ നല്ല അസ്സലാം അലൈക്കും പറഞ്ഞു എന്നല്ല അർത്ഥം, അതിനോട് യാത്ര പറഞ്ഞു. വഫീഹിം നസല, അതിലാണ് ആയത്തിറങ്ങിയത്. വഇദാ സമിഉൽ ലഹ്വ അഅറദൂ അൻഹു, ഏതിലാണ് ഇൻഷാ അല്ലാഹു തആല ഖസസ് എടുത്ത് നോക്കിയട്ടെ. ഇടഭാഗത്തെ പേജിൽ വേണം. എൻ്റെ ഓർമ്മ, ഞാൻ ആഗ്രഹമൊന്നുമില്ലെങ്കിലും ഓർമ്മയുള്ള ആളാവും. ആഗ്രഹമല്ലെങ്കിൽ പിന്നെ ഓർമ്മ കിട്ടുന്ന കഴിക്കില്ലേ. ഖസസാ കറക്റ്റല്ല. അതിൻ്റെ മുമ്പുണ്ട്. ഇത് വഖഫ് എന്തായിട്ടുള്ളൂ, കാപ്പി ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വേണമെന്നോ എന്താ അപ്പോൾ ഉലായിക്ക് തുടങ്ങിയാൽ وَلَقَدْ وَصَّلْنَا لَهُمُ الْقَوْلَ لَعَلَّهُمْ يَتَذَكَّرُونَ الَّذِينَ آتَيْنَاهُمُ الْكِتَابَ مِنْ قَبْلِهِ هُمْ بِهِ يُؤْمِنُونَ وَإِذَا يُتْلَى عَلَيْهِمْ قَالُوا آمَنَّا بِهِ إِنَّهُ الْحَقُّ مِنْ رَبِّنَا إِنَّا كُنَّا مِنْ قَبْلِهِ مُسْلِمِينَ أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين. എന്താ പറയുന്നത്? ഓരോന്ന് ചിന്തിക്കാം. അവർക്ക് ഖുർആനിനെ എന്താക്കി, അത് കാര്യങ്ങൾക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? തവക്കുർ ചെയ്ത് അത് ഓർമ്മിച്ച് പഠിക്കുന്ന ആളുകൾക്ക് അതിന് സാധ്യതയുണ്ടല്ലോ. അതാണ് ഒന്നാമതിൻ്റെ ചുരുക്കം. ഇനി അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരുണ്ട്. അതാണ് ഇവരെ നസാറാക്കളാണ്. അവരിൽ ചിലരെ പറ്റി
ഹും ബിഹി യുഅ്മിനൂൻ. ആ തൗറാത്തും മറ്റും നോക്കിയിട്ട് എന്താക്കും, ഭാവിയിൽ വരുന്ന നബിയെ ഓർക്ക് വിശ്വസിക്കുന്നവരാണ്. അത് നമുക്ക് കേട്ടില്ലേ? എന്നിട്ടോ അവരുടെ മേൽ ആയത്തോദിക്കപ്പെട്ടാൽ ഞങ്ങൾ വിശ്വസിച്ചു, ഇതിന് മുമ്പ് നമ്മൾ വിശ്വസിച്ചിരുന്നു എന്ന് പറയാം. അപ്പൊ അവർക്ക് രണ്ട് ഈമാനുണ്ട് അല്ലേ? ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ. ഖുർആനിലും നബിയും വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗായിബായിട്ട് വിശ്വസിച്ചവരാണ്. ഞങ്ങൾ വന്നപ്പം വിശ്വസിച്ചു. അവർക്ക് ഉലൈക യുഅ്തൗന അജ്റഹും മർറതൈൻ. ഡബിൾ കൂലിയാണ്. എന്തിന്? ഒന്ന് ആദ്യം വിശ്വസിച്ച വകയിൽ വന്നതിന് ശേഷം ബിമാ സബറു, അവർക്ക് നല്ല സബറുണ്ട്. വയദ്റഊന ബിൽ ഹസനത്ത് കൊണ്ട് അവർ തിരിച്ചടിക്കൽ സയ്യിഅത്തിനെ. ഏതാ സയ്യിഅത്ത്? എന്താണ്? അബൂജഹലിന്റെ ചീത്ത. അബൂജഹൽ സന്ദർഭോചിതമായി പറഞ്ഞ അബൂജഹൽ ഇവരെ ചീത്ത പറഞ്ഞില്ലേ, നിങ്ങളെന്ത് മനുഷ്യന്മാരാന്ന് വെച്ചിട്ട്. ആ സയ്യിഅത്തിനെ നല്ല വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു. മറ്റൊന്നെന്താ? മിമ്മാ റസഖ്നാഹും യുൻഫിഖൂന. അതല്ലേ. വഇദാ സമിഉൽ ലഗ്വ, ലഗവിനെ അവർ കേട്ടു. ലഗവേത്? അബൂജഹലി കുറ്റപ്പെടുന്നപ്പോൾ ആറതു വന്നു, അതിനെ വിട്ടു കളഞ്ഞു. അതിന് പ്രതികാരം ചോദിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനൊന്നും പോയില്ല. നിങ്ങൾക്ക് നിങ്ങളെ പണി. എന്നിട്ടോ വഖാലു ലനാ അഅ്മാലു, അമ്മക്ക് വേറെ പണിയുണ്ട്, വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് വേറെ പണി, പോയിക്കളി. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ജാഹിലികളോടുള്ള ഒരു കൂട്ടുകെട്ടും നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. ഈ ആയത്തിറങ്ങിയത് ഈ നജ്റാനിൽ വന്ന 20 ആളില്ലേ, അവരെ കാര്യത്തിലാണ്. കണ്ടുവല്ലപ്പോ തങ്ങളെ വിഷയല്ലേ. ഇനി ഖാലൽ അല്ലാമത്തു സുർഖാനി, ആ പാരഗ്രാഫ് വായിച്ച് നിർത്താം. ഖാലൽ അല്ലാമത്തു സുർഖാനി, സുർഖാനി അറിയാലോ ആരാന്ന്? ഖസ്തലാനി ഇമാമിന്റെ മവാഹിബുൽ ലദുന്നിയാക്ക് ശറഹ് എഴുതിയാണ്. ഫൻദുർ ഹാദൽ ലഈൻ, ഈ ലഈനെ പറ്റി അലി വലീദല്ലേ, ഞാനിൽ വലീദ ബിൻ മുഗീറ ഷഹിദല്ലാന്ന് സ്വയം സമ്മതിക്കുന്നു, മറ്റുള്ളവരുടെ സാഹിദാണെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അയാൾ കുഫറിന്റെ പുറമെ എന്താക്കുക, നിഫാഖും കൂടിയുണ്ട്. കൈഫ തയക്കനത് നഫ്സുഹു, അദ്ദേഹത്തിൻ്റെ തടി ഹക്കിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. വഹമലഹുൽ ബതറു വൽ കിബ്റു, അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും കിബ്റും അലാ ഖിലാഫി, അതിനെതിരായി പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനായത്തിലൂടെ അദ്ദേഹത്തിന് അല്ലാഹു തആല കനക്ക കൊടുത്തിട്ടുണ്ട് അല്ലേ. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين എന്നുള്ള ആയത്തിൽ കൂടി ഈ വലീദിനെയാണ് അല്ലാഹു തആല എന്താക്കുന്നത്, വെടിവെക്കുന്നത്. ഇനി മറ്റൊരായത്തെ ഫീ ഖൗലിഹി തആല ദർനി വമൻ ഖലഖതു വഹീദ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതും ആയത്തോടം വരെ സഉസ്ലീഹി സഖർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ സഉസ്ലീഹി സഖർ. ആയത്തി വലീദിനെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി അബൂലഹബ് തങ്ങളെ മൂത്താപ്പയല്ലേ, അബൂലഹബിന് എന്ത് പറ്റി എന്ന് പറയും. എന്നിട്ട് ഓരോരുത്തർക്കും കിട്ടിയ പര്യവസാനം എന്തായാലും അത് വയ്യപ്പറയില്. അവിടെ ഇന്ന കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, തങ്ങളെ പരിഹസിക്കുന്നവരെ നാം മതി വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും എന്ത് സംഭവിച്ചു എന്ന് എന്താക്കും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതൊന്നും നിങ്ങൾ കേൾക്കാത്ത വിഷയങ്ങളാണ്.